Good morning. Okay. എല്ലാവരൊക്കെ ആയോ? ഞാൻ 2 മിനിറ്റ് ആയി വെയിറ്റ് ചെയ്യണോ? നിങ്ങൾ ഇങ്ങനെ ജോയിൻ ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. അത് കാരണം വെയിറ്റ് ചെയ്യായിരുന്നു കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എവിടെ വരെയായിരുന്നു നമ്മൾ പറഞ്ഞു നിർത്തിയത്? ഇമ്പോർട്ടൻസ് ഓഫ് റിക്വയർമെന്റ്സ് അല്ലെ? അതിന്റെ 6 പോയിന്റ്സും നമ്മൾ കംപ്ലീറ്റ് ആക്കിയായിരുന്നു അല്ലെ? സെലക്ഷൻ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് വെച്ചു അല്ലെ? സെലക്ഷൻ അല്ലേ ഇനി നമുക്ക് നോക്കേണ്ടത്? ഓക്കെ അല്ലേ? എന്താണ് ആര് വന്ന റിപ്ലൈ? യെസ്, അപർണ ഇവിടെ അടിച്ചിട്ടുണ്ട് കേട്ടോ. പ്രീതി റിപ്ലൈ അടിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞത്, അപ്പൊ റിക്രൂട്ട്മെന്റ് എന്ന് പറഞ്ഞ ഒരു സെക്ഷൻ കഴിഞ്ഞു. നെക്സ്റ്റ് നമ്മൾ സെലക്ഷനിലേക്കാണ് പോകുന്നത്. എന്താണ് കോൺസെപ്റ്റ് ആണ് ഫസ്റ്റ് പറഞ്ഞ ഒരു പാരഗ്രാഫ് അല്ലെ? കോൺസെപ്റ്റ് ഓഫ് സെലക്ഷൻ. എന്താണ് സെലക്ഷൻ എന്നുള്ളതിന്റെ ഒരു ആശയം. നമ്മൾ എന്താണ് സെലക്ഷൻ എന്ന് പറഞ്ഞത്? സെലക്ഷൻ refers to the process in which the individuals are selected from the list of job applicants possessing the required knowledge and skills for the job to be performed in our organization. അതായത് എന്താ പറഞ്ഞത്? ഒരു ഓർഗനൈസേഷനിൽ അവിടെ നിർവഹിക്കേണ്ട ജോലി, ആ ജോലിക്ക് ആവശ്യമായിട്ടുള്ള സ്കിൽസ്, അതിനാവശ്യമായിട്ടുള്ള നോളേജ് അല്ലെ, ഇതെല്ലാം ഉള്ള ആപ്ലിക്കൻസിനെ എങ്ങനെ ഒരു ലിസ്റ്റ് ഓഫ് ആപ്ലിക്കൻസ് അല്ലെ, ഒരു കൂട്ടം ആപ്ലിക്കൻസിൽ നിന്നും അങ്ങനെ ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ആ കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്യുന്ന പ്രോസസ് ആണ് ഏതെന്ന് പറയുന്നത്? സെലക്ഷൻ എന്ന് പറയുന്നത് അല്ലെ? അതായത് ആ ഒരു ഓർഗനൈസേഷന്റെ പ്രവർത്തനങ്ങൾക്ക് അല്ലെ, അതിന് റിക്വയർ ആയിട്ടുള്ള കാര്യങ്ങള്, അത് ചെയ്യാൻ പ്രാപ്തരായിട്ടുള്ള, അതിനുള്ള സ്കില്ലും നോളേജും ഉള്ള കാൻഡിഡേറ്റ്സിനെ ലിസ്റ്റ് ഓഫ് ജോബ് ആപ്ലിക്കൻസ് അല്ലെ, ജോബ് ആപ്ലിക്കൻസിന്റെ ഒരു ലിസ്റ്റ്, ചിലപ്പോ ഒരു 100 പേരുണ്ടാകാം അല്ലെ, അതിന് നമുക്ക് 5 പേരെ ആയിരിക്കും വേണ്ടത്. അങ്ങനെ അതിൽ നിന്ന് നമ്മൾ അങ്ങനെയുള്ള ഇൻഡിവിജ്വലിനെ, അതിന് കാപ്പബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഇൻഡിവിജ്വലിനെ സെലക്ട് ചെയ്യുന്ന പ്രോസസ് ആണ് സെലക്ഷൻ എന്ന് പറയുന്നത്. ആ സെന്റൻസ് അണ്ടർലൈൻ ചെയ്തിട്ടാണ് ഞാൻ പറയാനായിരുന്നു അല്ലെ? നെക്സ്റ്റ് നമ്മൾ പറഞ്ഞത് എന്താ? സെലക്ഷനിൽ അപ്പൊ എന്താ നമ്മൾ ചെയ്തത്? റൈറ്റ് വൺ ഫ്രം ദ ലിസ്റ്റ് ഓഫ് ദ ആപ്ലിക്കൻസ് അല്ലെ? ഒരു ലിസ്റ്റ്, ഒരു ആപ്ലിക്കൻസിന്റെ ഒരു ലിസ്റ്റ് അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് ആപ്ലിക്കൻസിൽ നിന്ന് എന്ത് ചെയ്യുന്നു? അവിടെ എന്ത് ചെയ്യാണ്? റൈറ്റ് വൺ, ശരിയായിട്ടുള്ളത്, ആ ജോലിക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ നമ്മൾ സെലക്ട് ചെയ്യുന്നു. ബാക്കിയുള്ളവരെ എന്ത് ചെയ്യുന്നു? അവിടെ റിജക്ട് ചെയ്യുന്നു അല്ലെ? ഇപ്പൊ നമുക്ക് 5 പേരെ നോക്കിയെങ്കിൽ ബാക്കി 95 പേരെ നമ്മൾ റിജക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലെ? ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള, ആ ജോലിക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ, അതായത് റൈറ്റ് വൺ, ശരിയായിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്യുകയും ചെയ്യുന്നു, ബാക്കിയുള്ളവരെ എന്ത് ചെയ്യുന്നു? റിജക്ട് ചെയ്യുകയും ചെയ്യുന്നു. അതുകൊണ്ട് സെലക്ഷൻ എന്താണ്? ഇസ് എ നെഗറ്റീവ് പ്രോസസ്. പറഞ്ഞില്ലായിരുന്നോ? അണ്ടർലൈൻ ചെയ്തിട്ടില്ലേ അത്? സെലക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു നെഗറ്റീവ് പ്രോസസ് ആണ്. കുറെ ആപ്ലിക്കൻസിന് നമ്മൾ റിജക്ട് ചെയ്യാണ് അല്ലെ? എല്ലാവരെയും സെലക്ട് ചെയ്തെടുക്കുന്നില്ല. ഇത് കുറച്ച് പേരെ മാത്രമേ നമ്മൾ സെലക്ട് ചെയ്യുന്നുള്ളൂ. എത്ര പൊസിഷൻ അല്ലെങ്കിൽ എത്ര വേക്കൻസി ഉണ്ട്, അത്രയും കാൻഡിഡേറ്റ്സ്, അത് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ മാത്രമാണ് അവിടെ സെലക്ട് ചെയ്തെടുക്കുന്നത്. അപ്പൊ കുറച്ച് പേരെ റിജക്ട് ചെയ്തത് കൊണ്ട് തന്നെ സെലക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇസ് എ നെഗറ്റീവ് പ്രോസസ്. കണ്ടോ? The main aim എന്താണ്? ലാസ്റ്റ് സെന്റൻസ് പറഞ്ഞ സെലക്ഷന്റെ മെയിൻ എയിം എന്ന് പറഞ്ഞ എന്താണ്? അൺസ്യൂട്ടബിൾ ആയിട്ടുള്ള ഇൻഡിവിജ്വലിനെ അല്ലെ എന്ത് ചെയ്യുന്നു? റിജക്ട് ചെയ്യുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ടു ഗെറ്റ് ദ റൈറ്റ് അപ്രോപ്രിയേറ്റ് കാൻഡിഡേറ്റ് ഫോർ ദ ഓർഗനൈസേഷൻ. ആ ഓർഗനൈസേഷനിലേക്ക് അനുയോജ്യമായിട്ടുള്ള അല്ലെങ്കിൽ ആ പൊസിഷന് അനുയോജ്യമായിട്ടുള്ള ക്വാളിഫിക്കേഷനുള്ള, സ്കില്ലുള്ള, നോളേജ് ഉള്ള കറക്റ്റ് കാൻഡിഡേറ്റ്സിനെ എന്ത് ചെയ്യുന്നു? സെലക്ട് ചെയ്യുന്നു. അൺസ്യൂട്ടബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ റിജക്ട് ചെയ്യുന്നു. ഇത്രയല്ലേ നമ്മൾ പറഞ്ഞത്? ഓക്കെ അല്ലേ? ക്ലിയർ ആയിട്ടില്ലേ അത്രയും കാര്യങ്ങള്? ഓക്കെ അല്ലേ? നിഷ, ജിൻഷ, ദേവി, ഇനി നമ്മുടെ സെലക്ഷന് പല ഡെഫിനിഷൻ ആണ് കേട്ടോ. ഇതിവിടെ ചോദിക്കാം. അക്കോർഡിംഗ് ടു ഡാഷ്, അവിടെ ആര് പറഞ്ഞതാണ് ആ ഒരു ഡെഫിനിഷൻ എന്നുള്ള രീതി ചോദിക്കാം കേട്ടോ. അല്ലെങ്കിൽ ഡാഷ് ഈസ് എന്ന് പറഞ്ഞുകൊണ്ട് എന്താണ് ആ പ്രോസസ് എന്താണെന്നുള്ളതും 2 രീതിയിൽ അവിടെ ചോദിക്കാം. അക്കോർഡിംഗ് ടു, ഫസ്റ്റ് നോക്കിയേ, ഷെർമർ ഹോൺ
ഷെർമർഹോൺ, ഹൺ ആൻഡ് ഓസ്ബോൺ. ഇവര് 3 പേരും സെലക്ഷന് കൊടുത്തിട്ടുള്ള ഒരു ഡെഫിനിഷൻ ആണ് ഈ പറഞ്ഞേക്കുന്നത് കേട്ടോ. സെലക്ഷൻ എന്ന് പറഞ്ഞ എന്താണ്? ഈസ് എ സീരീസ് ഓഫ് സ്റ്റെപ്സ്. ഇതൊരു സീരീസ്, ഒരു കൂട്ടം സ്റ്റെപ്പുകളാണ്. From initial applicant screening to final hearing of the new employee. ഇതുവരെയുള്ളതാണ് ആപ്ലിക്കൻസിനെ ഇനിഷ്യൽ ആയിട്ട് സ്ക്രീൻ ചെയ്യുന്നത് മുതൽ, ഇന്റർവ്യൂ അല്ലെ, ആപ്ലിക്കൻസിനെ ആദ്യമായിട്ട് ആ സ്ക്രീൻ ചെയ്യുന്നത് മുതൽ എവിടം വരെ, എംപ്ലോയീസിനെ ആ ഫൈനൽ ആയിട്ട് ഹിയർ ചെയ്യുന്നത് വരെ. ഹിയർ ചെയ്യാന്ന് വെച്ചാൽ എന്താ? നിയമിക്കുക അല്ലെ. എംപ്ലോയീസിനെ അവസാനം നിയമിക്കുന്നത് വരെയുമുള്ള ഒരു സീരീസ് ഓഫ് സ്റ്റെപ്സ്, അതാണ് എന്തെന്ന് പറയുന്നത്? സെലക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഡാഷ് ഈസ് എ സീരീസ് ഓഫ് സ്റ്റെപ്സ് എന്ന് പറഞ്ഞാൽ എഴുതാനോ? എന്താണ് അത് പറയുന്നത്? സെലക്ഷൻ അല്ലെ. സെലക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇനിഷ്യൽ ആയിട്ട് ആദ്യം മുതൽ അല്ലെ, ഇനിഷ്യൽ ആരംഭത്തില് ആപ്ലിക്കൻസിനെ സ്ക്രീനിങ് ചെയ്യുന്നത് മുതൽ അവരെ ആ പുതിയ എംപ്ലോയീസിനെ ഹിയർ ചെയ്യുന്നത്, അവിടെ ഫൈനൽ ആയിട്ട് നിയമിക്കുന്നത് വരെയും ഉള്ള സീരീസ് ഓഫ് സ്റ്റെപ്സ് ആണ് സെലക്ഷൻ. അണ്ടർലൈൻ ചെയ്തിട്ടാട്ടോ സെന്റൻസ്. നെക്സ്റ്റ് രണ്ടാമത് നോക്കിയേ. അക്കോർഡിംഗ് ടു തിയറി നോളിൻസ്കി പറയുന്നത്, അദ്ദേഹം പറയുന്നത് എന്താണ്? സെലക്ഷൻ എന്താ പറയുന്നത്? സെലക്ഷൻ എന്ന് പറയുന്നത് ഇസ് എ പ്രോസസ് ഓഫ് മേക്കിംഗ് എ ഹിയർ ഓർ നോ ഹിയർ ഡിസിഷൻ റിഗാർഡിംഗ് ഈച്ച് ആപ്ലിക്കന്റ് ഫോർ എ ജോബ്. അതായത് ഒരു ജോലിയിലേക്ക് ആപ്ലിക്കൻസിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ അവരെ എന്ത് ചെയ്യുക? ഒന്നിലെ ഹിയർ ചെയ്യുക അല്ലെ, നിയമിക്കുക. അതായത് ജോലിക്കായിട്ട് നമ്മൾ ഓരോ ആപ്ലിക്കൻസിനെയും സംബന്ധിച്ച് അവരെ ഒന്നിലെ സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ നോ ഹിയർ അല്ലെ, അല്ലെങ്കിൽ സെലക്ട് ചെയ്യാതിരിക്കുക, നിയമിക്കാതിരിക്കുക. ആ തീരുമാനം എടുക്കുന്ന പ്രക്രിയയാണ് സെലക്ഷൻ എന്ന് പറയുന്നത്. അവിടെ എന്താ പറഞ്ഞേക്കുന്നത്? സെലക്ഷൻ ഈസ് ദ പ്രോസസ് ഓഫ് മേക്കിംഗ് ഹിയർ ഓർ നോട്ട് ഹിയർ അല്ലെ. ഒന്നിലെ സെലക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ സെലക്ട് ചെയ്യുന്നില്ല അല്ലെ, റിജക്ട് ചെയ്യുന്നു. ആ ഒരു തീരുമാനം എടുക്കുന്ന പ്രോസസ്സാണ്. അങ്ങനെയല്ലേ സെലക്ഷനിലാണ്? ഒരു 100 പേരുണ്ട്, അതിൽ 10 പേരെ എടുക്കും, ബാക്കി 90 പേരെ റിജക്ട് ചെയ്യും. അങ്ങനെ സെലക്ട് ചെയ്യുന്നതും നോൺ ഹിയർ അവരെ നിയമിക്കുന്നതും നിയമിക്കാതിരിക്കുന്നതുമായിട്ടുള്ള ആ തീരുമാനം എടുക്കുന്നതിനെയാണ് സെലക്ഷൻ എന്ന് പറയുന്നത്. അണ്ടർലൈൻ ചെയ്തിട്ടോ അത്. അക്കോർഡിംഗ് ടു ഡാഷ് എന്ന് പറഞ്ഞ് ചോദിക്കാം, പിന്നെ ഡാഷ് ഈസ് ദ പ്രോസസ് ഓഫ് എന്നുള്ളത് ആ രീതിയിലും ചോദിക്കാം. 2 രീതിയിൽ ക്വസ്റ്റ്യൻ വരാവുന്നത്. മൂന്നാമത് നോക്കിയേ. അക്കോർഡിംഗ് ടു സ്റ്റീവൻ ആർ റോബിൻസ് ആൻഡ് മേരി കോൾട്ടർ. അവര് എന്താണ് സെലക്ഷൻ പറഞ്ഞേക്കുന്നത്? സെലക്ഷൻ എന്ന് പറഞ്ഞാൽ ഈസ് ദ പ്രോസസ് ഓഫ് സ്ക്രീനിങ് ജോബ് ആപ്ലിക്കേഷൻ to ensure that the most appropriate candidates are heard. അല്ലെ, എന്താ പറഞ്ഞേക്കുന്നത്? ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള, അപ്രോപ്രിയേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഏറ്റവും അനുയോജ്യമായിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ നിയമിക്കുമെന്ന് ഉറപ്പാക്കുന്നതിന് അല്ലെ ജോബ് ആപ്ലിക്കേഷൻസ് പരിശോധിക്കുന്ന പ്രക്രിയയാണ്, സ്ക്രീനിങ് ചെയ്യാണ്. എന്ത്? ജോബ് ആപ്ലിക്കേഷൻ സ്ക്രീനിങ് ചെയ്യുന്ന പ്രോസസ് ആണ്. എന്തിനു വേണ്ടിയിട്ട്? ഏറ്റവും അനുയോജ്യമായിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ ഹിയർ ചെയ്യുന്നത് അല്ലെ, നിയമിക്കുന്നു എന്ന് ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് ആ ജോബ് ആപ്ലിക്കേഷൻസ് സ്ക്രീൻ ചെയ്യുന്ന, പരിശോധിക്കുന്ന പ്രോസസ് ആണ് സെലക്ഷൻ എന്ന് പറയുന്നത് അല്ലെ. എല്ലാവരുടെയും ഇത് ആപ്ലിക്കേഷൻസ് കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ അതിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ആളെ സെലക്ട് നിയമിക്കുന്നത് അല്ലെ. അപ്പൊ അത് അങ്ങനെ തന്നെയാണ് ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് കേട്ടോ. ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ നിയമിക്കുന്നത് ഉറപ്പാക്കാനായിട്ട് എന്ത് ചെയ്യുന്നു? ജോബ് ആപ്ലിക്കേഷൻസ് സ്ക്രീനിങ് ചെയ്യുന്നു. ആ ഒരു പ്രോസസ് ആണ് സെലക്ഷൻ. ലാസ്റ്റ് നോക്കിയേ. അക്കോർഡിംഗ് ടു ഡെയ്ലി ഓൾട്ടർ, അദ്ദേഹം സെലക്ഷൻ എന്താ പറഞ്ഞേക്കുന്നത്? സെലക്ഷൻ എന്ന് പറഞ്ഞാൽ ഈസ് ദ പ്രോസസ് by which the candidates for employment are divided into 2 classes. ഏതൊക്കെ 2 ക്ലാസ്? Those who will be offered employment and those who will not. ഇവിടെ എന്താ? കാൻഡിഡേറ്റ്സിനെ ഡെയ്ലി ഓൾട്ടർ പറഞ്ഞത് സെലക്ഷൻ എന്ന് പറഞ്ഞ കാൻഡിഡേറ്റ്സിനെ 2 ക്ലാസ്സുകളായിട്ട് ഡിവൈഡ് ചെയ്യുന്നതാണ്. 2 ക്ലാസ്സുകളായിട്ട് ഡിവൈഡ് ചെയ്യാണ്. അതിനകത്ത് ഒന്നാമത്തെ എന്താ പറയുന്നത്? ആ ക്ലാസ് those who will be offered employment അല്ലെ, തൊഴില് വാഗ്ദാനം ചെയ്യുന്നവരെ, ഓഫർ ചെയ്യുന്നവരും and those who will not അല്ലാത്തവരും. അങ്ങനെ 2 ക്ലാസ് ആക്കി തിരിക്കുന്നതാണ് സെലക്ഷൻ എന്നാണ് ഡെയ്ലി ഓൾഡർ പറയുന്നത്. ക്ലിയർ ആയോ?
രണ്ട് ക്വസ്റ്റ്യൻ എങ്ങനെയാ വരാന്ന് കിട്ടിയോ? അക്കോർഡിംഗ് ടു ഡാഷ് എന്ന് പറഞ്ഞു തരും, ആര് പറഞ്ഞതാണെന്നും പിന്നെ അതിനകത്ത് ഡാഷ് ഈസ് എ പ്രോസസ് എന്ന് പറഞ്ഞ ആ ഒരു ഡെഫിനിഷൻ ഇല്ലേ അത് തരും. എന്നിട്ട് നമ്മൾ ഏതാണ് സെലക്ഷൻ എന്നുള്ളത് അത് കണ്ടറിയാലോ അല്ലെ. ലാസ്റ്റത്തേൽ എന്താ പറഞ്ഞേക്കുന്നേ? ഡെയിലി ഓർഡർ പറഞ്ഞത് ഈ കാൻഡിഡേറ്റ്സിനെ 2 ക്ലാസ്സുകളായിട്ട് തിരിക്കുകയാണ്, ജോലി ഓഫർ ചെയ്യുന്നവരും അല്ലാത്തവരും. ക്ലിയർ ആണ് എല്ലാവർക്കും 4 ഡെഫിനിഷൻസ്? ഓക്കെ അല്ലേ? യെസ്. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാം ഒബ്ജക്റ്റീവ്സ്. ഒബ്ജക്റ്റീവ്സ് ഓഫ് സെലക്ഷൻ. എന്തൊക്കെയാണ് സെലക്ഷന്റെ ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ ലക്ഷ്യങ്ങള്? എന്തിനാ നമ്മൾ ഈ സെലക്ഷൻ ചെയ്യണേ, അല്ലെങ്കിൽ സെലക്ഷന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? ഓക്കെ. ഇമ്പോർട്ടൻസ് ഓഫ് സെലക്ഷൻ ക്യാൻ ബി ഡിസ്ക്രൈബ്ഡ് ആസ് ദ ഫോളോസ്. കേട്ടോ, താഴെ പറഞ്ഞിട്ടുണ്ട് സെലക്ഷന്റെ ഇമ്പോർട്ടൻസ് താഴെ ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കിയേ. എന്തിനാണ് നമ്മൾ ഈ സെലക്ഷൻ ചെയ്യുന്നത്? ഫസ്റ്റ് എന്താ പറഞ്ഞേക്കണേ? സെലക്ട് സ്യൂട്ടബിൾ കാൻഡിഡേറ്റ്സ്. പറഞ്ഞ കാര്യം തന്നെയല്ലേ? ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വിളിച്ചോട്ടോ. ഒബ്ജക്റ്റീവ്സിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഏത് അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏതെന്ന് ചോദിക്കാം. എന്തിനാണ് സെലക്ഷൻ നടത്തുന്നത്? ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ തിരഞ്ഞെടുക്കാൻ. അതാണ് ഒന്നാമത്തെ സെലക്ഷന്റെ ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് അല്ലേ. എന്നാലല്ലേ നമുക്ക് എന്താ പറയാ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ തിരഞ്ഞെടുക്കാൻ പറ്റുള്ളൂ അല്ലേ. സെലക്ഷൻ എന്തിനു വേണ്ടിയിട്ടാണ് ഒരു ഒബ്ജക്റ്റീവ് പറയുന്നത്? സെലക്ട് സ്യൂട്ടബിൾ കാൻഡിഡേറ്റ്സ്. ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ തിരഞ്ഞെടുക്കാൻ. ഓക്കെ. സെലക്ഷൻ പ്രോസസ് ഈസ് അറ്റ് ചൂസിംഗ് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് കാൻഡിഡേറ്റ് ഹു മീറ്റ് all the requirements of a position. കണ്ടോ, ഒരു പൊസിഷൻ, ആ പൊസിഷനിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും മീറ്റ് ചെയ്യുന്ന, പാലിക്കുന്ന അല്ലെങ്കിൽ എല്ലാം ഉൾക്കൊള്ളുന്ന ഏറ്റവും അനുയോജ്യമായിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ ചൂസ് ചെയ്യുക. അതാണ് സെലക്ഷൻ പ്രോസസ്സിന്റെ എയിം എന്ന് പറയുന്നത്. അണ്ടർലൈൻ ചെയ്തിട്ടേ. എയിം എന്താണ്? അറ്റ് ചൂസിംഗ് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് കാൻഡിഡേറ്റ്. എന്തിനു വേണ്ടി? ടു മീറ്റ് ഓൾ ദ റിക്വയർമെന്റ്സ് ഓഫ് എ പൊസിഷൻ. ആ ഒരു പൊസിഷന്റെ ആവശ്യകതകൾക്ക് അത് മീറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അത് പാലിക്കുന്ന ആളുകളെ നമ്മൾ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ ചൂസ് ചെയ്യുക. അതാണ് സെലക്ഷൻ പ്രോസസ്സിന്റെ ഒരു എയിം എന്ന് പറയുന്നത്. The best candidates is chosen only after rejecting all the unfit applicants. അങ്ങനെയല്ലേ? എങ്ങനെ നമ്മൾ ബെസ്റ്റ് ആയിട്ടുള്ള ആളെ തിരഞ്ഞെടുക്കാം? എങ്ങനെ ബെസ്റ്റ് ആയിട്ടുള്ള ആളെ തിരഞ്ഞെടുക്കാൻ പറ്റും? അവിടെ ബാക്കിയുള്ളവരെ റിജക്ട് ചെയ്യണം. ഇപ്പൊ നമ്മുടെ ക്ലാസ്സിൽ 22 പേര് ഇവിടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. അതിന് ഏറ്റവും ബെസ്റ്റ് ഒരാളെ സെലക്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി 21 പേരെ മതിയെന്ന് ഞാൻ റിജക്ട് ചെയ്യേണ്ടി വരും അല്ലേ. അതാണ് ആ ബെസ്റ്റ് എന്താ പറയാ സെലക്ഷൻ എന്ന് പറയുന്നത്. ബെസ്റ്റ് കാൻഡിഡേറ്റ്സിനെ ചൂസ് ചെയ്യുന്നു. എങ്ങനെ ചൂസ് ചെയ്യാം? ഓൺലി ആഫ്റ്റർ റിജക്റ്റിംഗ് ഓൾ ദ അൺഫിറ്റ് ആപ്ലിക്കൻസ്. എല്ലാ അൺഫിറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ അനുയോജ്യമല്ലാത്ത ആപ്ലിക്കൻസിനെ റിജക്ട് ചെയ്തുകൊണ്ട് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ ചൂസ് ചെയ്യുന്നു. ഏതിൽ കൂടിയാന്ന് നോക്കിയാൽ ത്രൂ എ സിസ്റ്റമാറ്റിക് പ്രോസസ് ഓഫ് സെലക്ഷൻ. കണ്ടോ, ഒരു വ്യവസ്ഥാപിതമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലൂടെ, സിസ്റ്റമാറ്റിക് പ്രോസസ് ഓഫ് സെലക്ഷനിലൂടെ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് കാൻഡിഡേറ്റ്സിനെ ചൂസ് ചെയ്യുന്നു. എങ്ങനെ? ഓൺലി ആഫ്റ്റർ റിജക്റ്റിംഗ് അൺഫിറ്റ് ആപ്ലിക്കൻസ്. അൺഫിറ്റ് അല്ലാത്ത ആപ്ലിക്കൻസിനെ റിജക്ട് ചെയ്തുകൊണ്ട് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ ചൂസ് ചെയ്യുന്നു. ആ 2 സെന്റൻസും അവിടെ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ നോക്കിയേ. രണ്ടാമത്തെ ഒരു ഒബ്ജക്റ്റീവ് എന്താ? വെരിഫൈസ് ആപ്ലിക്കൻസ് കേപ്പബിലിറ്റീസ്. എന്താ? ആപ്ലിക്കൻസിന്റെ കഴിവുകൾ പരിശോധിക്കാൻ. അതൊരു ഒബ്ജക്റ്റീവാണ്, സെലക്ഷന്റെ ഒബ്ജക്റ്റീവാണ്. എത്രത്തോളം കഴിവുകൾ ഓരോരുത്തർക്കുണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റൂലേ അല്ലെ. അവരുടെ സ്കിൽസ് ആൻഡ് നോളജ്, എബിലിറ്റീസ് ഒക്കെ നമുക്ക് അറിയാൻ പറ്റൂലേ ഈ സെലക്ഷൻ പ്രോസസ്സിലൂടെ ഇല്ലേ? യെസ്. Okay, selection process help to match the job requirements with the applicants through a systematic process of selection. ഒരു systematic process of selectionലൂടെ എന്താണ് ആ ജോബിന്റെ എന്താണ് മാച്ച് ജോബ് റിക്വയർമെന്റ്സ്, ജോബിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ആപ്ലിക്കൻസുമായിട്ട് മാച്ച് ചെയ്യാൻ അത് താരതമ്യപ്പെടുത്താനായിട്ട് സെലക്ഷൻ പ്രോസസ്സ് ഹെൽപ്പ് ചെയ്യും. ഇപ്പൊ ഞാൻ ശരിയാണ്, അപ്പൊ എന്നാ ഇന്റർവ്യൂ കാര്യങ്ങൾ ചെയ്യുമ്പോൾ എന്റെ ഒരു ബയോഡാറ്റ കാര്യങ്ങൾ ഉണ്ടാവില്ലേ, ആ ജോബ് റിക്വയർമെന്റ്സിന് ഏത് ക്വാളിഫിക്കേഷനാ വേണ്ടേ, അത് എന്റെ ഈ ബയോഡാറ്റയും കാര്യങ്ങളുമായിട്ട് അവര് മാച്ച് ചെയ്യല്ലേ ചെയ്യണേ
അല്ലെ? മാച്ച് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. എന്നിട്ട് നോക്കിയിട്ട് എനിക്ക് ആ ജോലിക്ക് ആവശ്യമായിട്ടുള്ള ക്വാളിഫിക്കേഷൻസ് ഉണ്ടെങ്കിൽ മാത്രമാണ് എന്നെ അവിടെ സെലക്ട് ചെയ്യുള്ളൂ. അങ്ങനെയല്ലേ? അല്ലേ? അല്ല, അതാണ് അത് പറഞ്ഞേക്കുന്നത് കേട്ടോ. ഹെൽപ് ടു മാച്ച് ദ ജോബ് റിക്വയർമെന്റ്സ് വിത്ത് ദ ആപ്ലിക്കൻസ്. ജോബ് റിക്വയർമെന്റ്സും ആപ്ലിക്കൻസും ആയിട്ട് മാച്ച് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. രണ്ടാമത്തെ ഇത്. ഇപ്പൊ ഡാഷ് പ്രോസസ് ഹെൽപ്സ് എന്ന് ചോദിക്കാം കേട്ടോ അവിടെ. മാച്ച് ടു ജോബ് റിക്വയർമെന്റ്സ് വിത്ത് ആപ്ലിക്കൻസ് ത്രൂ എ സിസ്റ്റമാറ്റിക് പ്രോസസ് ഓഫ് സെലക്ഷൻ. മൂന്നാമത്തെ എന്താ? പ്ലേസസ് റൈറ്റ് കാൻഡിഡേറ്റ്സ് അറ്റ് റൈറ്റ് ജോബ്. അടുത്തെന്താ? ശരിയായിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ, ഏറ്റവും അനുയോജ്യമായിട്ടുള്ള, ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ അറ്റ് റൈറ്റ് ജോബ്, ശരിയായ ജോലിയിലേക്ക് സ്ഥാപിക്കാൻ, പ്ലേസ് ചെയ്യാൻ കേട്ടോ. ശരിയായ ആ ജോലി ഏതാണ് അതിന് കറക്റ്റ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ സ്ഥാപിക്കാൻ സെലക്ഷൻ പ്രോസസ് ഹെൽപ്പ് ചെയ്യും. അല്ലേ? അതല്ലേ ഓരോ സ്ഥലത്തും നമ്മൾ ഇന്റർവ്യൂ കാര്യങ്ങൾ ഇങ്ങനെ സെലക്ഷൻ ഒക്കെ ഇത് ചെയ്യുന്നത്. അതായത് ഇപ്പൊ എനിക്കിപ്പോ എന്താ പറയാ, എന്റെ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് എനിക്ക് ആ ഒരു കറക്റ്റ് പൊസിഷനിൽ കറക്റ്റ് ആയിട്ട് ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകൾ വേണ്ടേ? ഇപ്പൊ നമുക്ക് ഇതൊന്നും അറിയില്ലാത്ത ഒരാൾ കൊണ്ടുവന്ന് ഇവിടെ നിങ്ങൾക്ക് മുന്നിൽ കൊണ്ടുവന്നിട്ട് ക്ലാസ് എടുക്കാൻ പറഞ്ഞാൽ പറ്റുമോ? കറക്റ്റ് ആയിട്ട് ആ ഏത് പൊസിഷനാണ് ഇപ്പൊ താഴെ വേറെ ഏതെങ്കിലും ചെയ്യണമെങ്കിൽ അത്രയും ഇതൊന്നും വേണമെന്നില്ല, അല്ലെ? അതായത് ആ കറക്റ്റ് ജോബ് എന്താണ് അതിനനുസരിച്ചുള്ള ശരിയായ കാൻഡിഡേറ്റ്സിനെ നമ്മൾ പ്ലേസ് ചെയ്യാനായിട്ട് എന്ത് വേണം? സെലക്ഷൻ വേണം. അതാണ് മറ്റൊരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് കേട്ടോ. മൂന്നാമത്തത് സെലക്ഷൻ പ്രോസസ് ഹെൽപ് ടു ചൂസ് ദ റൈറ്റ് കാൻഡിഡേറ്റ്സ് ഫോർ ദ റൈറ്റ് ജോബ്. അണ്ടർലൈൻ ചെയ്തിട്ടേ. ഡാഷ് പ്രോസസ് ഹെൽപ് ടു ചൂസ്, അങ്ങനെ ചോദിക്കാം. ശരിയായിട്ടുള്ള കാൻഡിഡേറ്റ്സ്, ശരിയായിട്ടുള്ള ജോലിക്ക് ശരിയായിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ തിരഞ്ഞെടുക്കാൻ സെലക്ഷൻ പ്രോസസ് ഹെൽപ്പ് ചെയ്യുന്നു. So that he can contribute his best effort towards the achievement of the organizational goals. അല്ലെ? അപ്പൊ എന്താ? ഇപ്പൊ എനിക്ക് കറക്റ്റ് എന്റെ ഒരു ഇതിനനുസരിച്ചുള്ള ഒരു ജോലി അതാണ് എനിക്ക് കിട്ടിയതെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? അവിടെ എന്റെ മാക്സിമം എഫേർട്ട്, അല്ലെ? നമ്മൾ എടുക്കൂലേ? നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് ചെയ്യുന്നത്. അപ്പൊ എന്റെ മാക്സിമം എഫേർട്ട്, ബെസ്റ്റ് എഫേർട്ട് ഞാൻ അവിടെ സംഭാവന ചെയ്യും, അല്ലെ? എനിക്ക് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാനത് ആ ഒരു സ്ഥാപനത്തിന് വേണ്ടിയിട്ട് ഒരു കോൺട്രിബ്യൂഷൻ ആയിട്ട് ചെയ്യും, അല്ലെ? എന്തിനാ? ടുവേർഡ്സ് ദ അച്ചീവ്മെന്റ് ഫോർ ദ ഓർഗനൈസേഷൻ ഗോൾസ്. അതായത് ഓർഗനൈസേഷന്റെ ലക്ഷ്യങ്ങള് നേടിയെടുക്കാൻ വേണ്ടി ബെസ്റ്റ് എഫേർട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. എങ്ങനെ? ആ ശരിയായിട്ടുള്ള ജോലിയിലേക്ക് ശരിയായിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ ചൂസ് ചെയ്യുകയാണെങ്കിൽ. ശരിയല്ലേ? by giving a standard performance as desired. അപ്പൊ എന്താ? നല്ലൊരു പെർഫോമൻസും അവിടെ കാഴ്ചവെക്കാൻ പറ്റൂലേ? അല്ലേ? നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ തന്നെ നല്ലൊരു പ്രകടനം നമുക്ക് കാഴ്ചവെക്കാൻ പറ്റും. ഇപ്പൊ എനിക്ക് ഇഷ്ടമല്ലാത്തൊരു ജോലിയാണ്, എനിക്കിത് ഇഷ്ടമല്ല, എനിക്കിതല്ലായിരുന്നു എനിക്ക് താല്പര്യം. പക്ഷെ എന്റെ വീട്ടിൽ നിന്നുള്ള ഫോഴ്സ് കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും എന്റെ ഒരു അവസ്ഥയും കൊണ്ടൊക്കെ ഞാനിവിടെ വരികയാണെങ്കിൽ എനിക്ക് അത്രത്തോളം പെർഫോമൻസ് കാഴ്ചവെക്കാൻ പറ്റുമോ? അങ്ങനെ ഒന്ന് ആലോചിച്ചാൽ മതി. ഇപ്പൊ നിങ്ങളാണെങ്കിൽ ഒരു ജോലിക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമല്ലാതെ പോണതും നമ്മൾ ഇഷ്ടമായിട്ട് അങ്ങനെ പോണതും നമുക്ക് തമ്മിൽ ഒത്തിരി വ്യത്യാസമില്ലേ? അപ്പൊ നമുക്ക് ഇഷ്ടമായിട്ടുള്ളിടത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? ആ ഒരു ഓർഗനൈസേഷന്റെ ലക്ഷ്യങ്ങൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മാക്സിമം എഫേർട്ട് എടുക്കും. അതായത് നല്ലൊരു കോൺട്രിബ്യൂഷൻ നമുക്ക് അവിടെ കൊടുക്കാൻ പറ്റും, അല്ലെ? അതായത് നമ്മൾ നല്ലൊരു പ്രകടനം അവിടെ കാഴ്ചവെക്കും. ുന്നത് പോലെയുള്ള നല്ലൊരു പ്രകടനം നൽകിക്കൊണ്ട് തന്നെ ആ ഓർഗനൈസേഷന്റെ ഗോൾസ് നേടിയെടുക്കാനായിട്ട് ഉള്ള കോൺട്രിബ്യൂഷൻസ് കൊടുക്കും. മനസ്സിലായോ? മൂന്നാമത്തെ പോയിന്റ് ഓക്കെ അല്ലേ? യെസ്. നിങ്ങൾ അങ്ങനെ ഒരു എക്സാമ്പിൾ മനസ്സിൽ വെച്ചാൽ മതി. അപ്പൊ നമുക്കത് വേഗം കിട്ടും. ശരിയായിട്ടുള്ള ജോലിയിലേക്ക് ശരിയായിട്ടുള്ള ആളുകൾ നിയമിക്കുകയാണെങ്കിൽ ആ ഓർഗനൈസേഷന്റെ ഗോൾസ് നേടിയെടുക്കാനായിട്ട് അവർ മാക്സിമം എഫേർട്ട് ഉണ്ടാവും. അത് നല്ല പെർഫോമൻസ് അവരവിടെ കാഴ്ചവെക്കും. നാലാമത്തെ നോക്കിയേ, ജനറേറ്റ് ഇൻഫർമേഷൻ അബൌട്ട് ദ കാൻഡിഡേറ്റ്സ്. എന്താണ്? കാൻഡിഡേറ്റ്സിനെ കുറിച്ചുള്ള വിവരങ്ങൾ പരിശോധിക്കാം. കാൻഡിഡേറ്റ്സിനെ കുറിച്ചുള്ള വിവരങ്ങള് പരിശോധിക്കാൻ നമുക്ക് ഇൻഫർമേഷൻ കിട്ടൂലേ? അല്ലേ? നമുക്ക് അവിടുത്തെ ബയോഡാറ്റ ഇതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കാൻഡിഡേറ്റ്സിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് നമുക്ക് ഇതാക്കാൻ പറ്റൂലേ? കിട്ടൂലേ? വിവരങ്ങൾ പരിശോധിക്കാൻ പറ്റൂലേ?
generate information about the candidates. അടുത്തത് സെലക്ഷന്റെ ഒരു ഒബ്ജക്റ്റീവ് ആണ് ഏത്, ആ കാൻഡിഡേറ്റ്സിനെ കുറിച്ചുള്ള ആ വിവരങ്ങൾ പരിശോധിക്കാൻ. Selection also help in extracting information regarding the candidate with a view to compare with him with the evoking information regarding the candidate with a view to compare him with the other candidates in order to reach a correct decision. ശ്രദ്ധിച്ചെന്താ പറഞ്ഞേക്കുന്നേ, selection also help in extracting information. extract ചെയ്യാൻ വെച്ചാൽ എന്താ, വേർതിരിക്കുക അല്ലെ, വേർതിരിച്ചെടുക്കുക അല്ലെങ്കിൽ കറക്റ്റ് നമ്മൾ എടുക്കുകയാണ് ഇൻഫർമേഷൻ റിഗാർഡിംഗ് ദ കാൻഡിഡേറ്റ്സിനെ സംബന്ധിക്കുന്ന ശരിയായിട്ടുള്ള വിവരങ്ങളെ എക്സ്ട്രാക്ട് ചെയ്യുന്നു. എങ്ങനെ, വിത്ത് ദ വ്യൂ ടു കമ്പയർ വിത്ത് ഇവോക്കിംഗ് ഇൻഫർമേഷൻ. ഇവോക്കിംഗ് എന്ന് പറഞ്ഞാൽ അവർക്കിടെ ആ ഇവോക്കി കൊണ്ടുവരിക അല്ലെങ്കിൽ അവർക്കിടെ ആ ഇൻഫർമേഷനിൽ നിന്ന് കറക്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ എക്സ്ട്രാക്ട് ചെയ്യുന്നു. ഇപ്പൊ നമ്മൾ വാഗോട്ട് മാത്രം പറഞ്ഞാൽ മതിയോ? നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ എന്റെ ഡിഗ്രി പഠിച്ചു, അത് കഴിഞ്ഞു, ഇത് കഴിഞ്ഞു, ഇത്ര വർഷം എക്സ്പീരിയൻസ് ഉണ്ടെന്ന് മാത്രം പറഞ്ഞാൽ മതിയോ? അതെന്ത് ചെയ്യണം? അതിനൊരു പ്രൂഫ് വേണ്ടേ അവിടെ? നമുക്ക് അതിനുള്ള സർട്ടിഫിക്കറ്റ്, ഇപ്പൊ എത്ര വർഷം ഈ സ്ഥാപനത്തിന്റെ എക്സ്പീരിയൻസ് ഉണ്ടെന്ന് ഞാൻ വായം കൊണ്ട് പറഞ്ഞാൽ മതി, അവിടെ പറഞ്ഞാൽ മതിയോ? എന്ത് ചെയ്യണം? അതിനുള്ള പ്രൂഫ് അവിടെ കാണിക്കണം. അതായത് അവരുടെ ആ ഇൻഫർമേഷൻ ഉണ്ട്, ഇവോക്കിംഗ് ഇൻഫർമേഷൻ, അവർ കൊണ്ടുവന്നിട്ടുള്ള ആ വിവരങ്ങളിലെ അതുമായിട്ട് കമ്പയർ ചെയ്തുകൊണ്ട് എന്താണ് അതിൽ നിന്ന് കറക്റ്റ് ഇൻഫർമേഷൻ എക്സ്ട്രാക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. കണ്ടോ, യു ടു കമ്പയർ വിത്ത് ഹിം അതർ, എന്നിട്ട് മറ്റുള്ള കാൻഡിഡേറ്റ്സുമായിട്ട് കമ്പയർ ചെയ്യുന്നു. എന്തിനു വേണ്ടിയാ? in order to reach a correct decision, ഒരു ശരിയായിട്ടുള്ള തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ എന്താ അതിനകത്ത് ചുരുക്കി പറഞ്ഞേക്കണേ, എങ്ങനെ വേണം നമ്മൾ സെലക്ട് ചെയ്യാനായിട്ട്? കറക്റ്റ് ഇൻഫർമേഷൻ അറിഞ്ഞുകൊണ്ട് വേണം കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്യാൻ. നോട്ട് ചെയ്ത് വെച്ചാൽ വേണമെങ്കിൽ അതിനകത്ത് പറഞ്ഞേക്കുന്ന ആശയം ഇതാണ്, എന്താ, കറക്റ്റ് ഇൻഫർമേഷൻ അറിഞ്ഞു വേണം കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്യാൻ. അതായത് അവര് കൊണ്ടുവരുന്ന അല്ലെങ്കിൽ ആ പ്രൂഫ് കൂടി നോക്കി അത് കറക്റ്റ് ആയിട്ട് കമ്പയർ ചെയ്ത് മറ്റുള്ള കാൻഡിഡേറ്റ്സുമായിട്ടൊക്കെ കമ്പയർ ചെയ്തിട്ട് എന്താണ് നമ്മൾ കറക്റ്റ് ഡിസിഷൻ എടുക്കുള്ളൂ. ക്ലിയർ ആയോ പോയിന്റ്സ്? നാലാമത്തെ പോയിന്റ് ഓക്കെ ആണോ? എങ്ങനെയാ പറഞ്ഞേക്കുന്നേ, കറക്റ്റ് ഇൻഫർമേഷൻ അറിഞ്ഞുകൊണ്ട് വേണം കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്യാൻ. വെറുതെ അവര് വായും കൊണ്ട് പറയണ കേട്ടുകൊണ്ട് നമ്മൾ സെലക്ട് ചെയ്യാൻ പറ്റില്ല. അതായത് അതിന് പ്രൂഫ് കാണിച്ച് നമ്മൾ അത് കറക്റ്റ്, നമ്മളും അങ്ങനെയല്ലേ, നിങ്ങളെയും ഒരു ഇതിനകത്തേക്കൊക്കെ സെലക്ട് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു ഇന്റർവ്യൂ കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ നമുക്ക് വെറുതെ പറഞ്ഞപ്പോ അല്ലെ, നമ്മുടെ സർട്ടിഫിക്കറ്റ് അവിടെ വേണം. സർട്ടിഫിക്കറ്റ് ഇല്ലാതെ ഞാൻ അത് പഠിച്ച് ഇത് പഠിച്ച് ഇത്ര എക്സ്പീരിയൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ശരിയായിട്ടുള്ള ഇൻഫർമേഷൻ അറിഞ്ഞുകൊണ്ട് തന്നെ വേണം കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്യാൻ. അടുത്ത ഒരു ഒബ്ജക്റ്റീവ് നോക്കിയേ, സെലക്ഷന്റെ ഒരു ഒബ്ജക്റ്റീവ് ആണ് സേവ്സ് കോസ്റ്റ്. കോസ്റ്റ് ലാഭിക്കുന്നു, സേവ് ചെയ്യുന്നു. അപ്പൊ എങ്ങനെയാ നമ്മുടെ ചെലവുകൾ ലാഭിക്കുന്നത്? ഓക്കെ, the comparison between the right candidate and the job requirement is very crucial. എന്ന് പറഞ്ഞാൽ നിർണായകമാണ്. എന്തിന്? in order to enhance the employees work performance. ഓക്കെ, എന്താ, അതായത് നമ്മള് ഈ ശരിയായിട്ടുള്ള കാൻഡിഡേറ്റ്സും ശരിയായിട്ടുള്ള ജോലിയും അത് എന്തിനാ, എംപ്ലോയിയുടെ വർക്ക് പെർഫോമൻസ് മെച്ചപ്പെടുത്താൻ വളരെയധികം നിർണായകമാണ്. നമ്മൾ ആദ്യം പറഞ്ഞത് തന്നെയാ അല്ലെ, ശരിയായിട്ടുള്ള ജോലിയിലേക്ക് ശരിയായിട്ടുള്ള കാൻഡിഡേറ്റ്സിന് വേണം നമ്മൾ സെലക്ട് ചെയ്യണം. അപ്പൊ അത് കമ്പയർ ചെയ്യാന്നുള്ളത്, അപ്പൊ ആ ജോലിയിലേക്ക് കറക്റ്റ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ അല്ലേ നമ്മൾ തിരഞ്ഞെടുക്കുക എന്നുള്ളത് അവരുടെ പെർഫോമൻസ് വർദ്ധിപ്പിക്കാൻ നിർണായകമായ കാര്യമല്ലേ. ഇപ്പൊ നമുക്ക് ഒരു പറ്റില്ലാത്തൊരു കാര്യത്തിലേക്ക് നമ്മൾ ആ ജോലിയിലേക്ക് നമ്മളെ കൊണ്ടുവന്ന് പിടിച്ചിട്ടു, അപ്പൊ അവരുടെ വർക്ക് പെർഫോമൻസ് നമുക്ക് മെച്ചപ്പെടുത്താൻ പറ്റുമോ? പെർഫോമൻസ് അവിടെ മാക്സിമം നമുക്ക് നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ പറ്റുമോ? കാഴ്ചവെക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് അറിയാൻ പാടാത്ത ഒരു സംഭവത്തിലേക്ക് കൊണ്ടുവന്ന് നിങ്ങളെ പിടിച്ചു കൊണ്ടുവന്ന് ആക്കി അങ്ങോട്ടേക്ക് ആ ഒരു ജോലിയിലേക്ക് ആക്കി നമുക്ക് അവിടെ പെർഫോമൻസ് അത്രയും ചെയ്യാൻ പറ്റില്ല അല്ലെ. അതാണ് ആ ഒരു കമ്പാരിസൺ ഇമ്പോർട്ടന്റ് ആണെന്നാ പറഞ്ഞേക്കണേ. അപ്പൊ നമ്മൾ ആ ശരിയായ ജോലിക്ക് ശരിയായ കാൻഡിഡേറ്റ്സിനെ നമ്മൾ ചൂസ് ചെയ്യുന്നത് എംപ്ലോയീസിന്റെ വർക്ക് പെർഫോമൻസ് മെച്ചപ്പെടുത്താൻ നിർണായകമാണ്. അണ്ടർലൈൻ ചെയ്തോ കേട്ടോ സെന്റൻസ്. പിന്നെ നാലാമത്തെ പോയിന്റും അത് അതുപോലെ തന്നെ ഒറ്റ സെന്റൻസ് ആയിട്ട് പറഞ്ഞേക്കണേ, അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോ.
ഓക്കെ, ഇനി നോക്കിയേ, any mismatch in this respect can result in high loss to the organization. ഇനി അവിടെ എന്തെങ്കിലും മിസ്മാച്ച് വരികയാണെങ്കിലോ, അത് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ അത് ശരിയായിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ അല്ല നമ്മൾ ആ ശരിയായിട്ടുള്ള ജോലിയിലേക്ക് എടുത്തത്. അവിടെ എന്തെങ്കിലും ഒരു മിസ്മാച്ച് വരികയാണെങ്കിൽ, അനുയോജ്യമല്ലാതിരിക്കുകയാണെങ്കിൽ എന്ത് പറ്റും? They can result in high loss to the organization. ഓർഗനൈസേഷന് വളരെ ഉയർന്ന നഷ്ടത്തിലേക്ക് വരൂലേ, നഷ്ടത്തിന് കാരണമാകും. വെച്ചാൽ അയാൾ ആ ജോലിയിലേക്ക് എത്തുകയും ചെയ്തു, അയാൾക്ക് സാലറി ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കണം, പക്ഷെ അയാൾക്ക് പെർഫോമൻസ്, നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാനും പറ്റൂല. അപ്പൊ എന്താ, ഓർഗനൈസേഷന് ഉയർന്ന നഷ്ടം വരൂലേ? അങ്ങനെ ഒരു 10 എംപ്ലോയീസിന് അങ്ങനെ കൊണ്ടുവന്നിട്ട് കഴിഞ്ഞാലോ, ശരിയായ പൊസിഷനിലേക്ക് ശരിയായ കാൻഡിഡേറ്റ്സ് അല്ലെങ്കിലോ ആ സ്ഥാപനത്തിന് നഷ്ടം വരൂലേ? ഒരു ദിവസം കൊടുക്കണം 10,500 രൂപ ഒരാൾക്ക് അല്ലെ? അപ്പൊ അവർക്ക് സാലറി അന്യായിട്ട് എത്ര രൂപ നഷ്ടം വരാം? വർക്കും ശരിയാവൂല അല്ലെ, പറഞ്ഞ സമയത്ത്, അല്ലെങ്കിൽ വർക്കും തീർക്കാൻ പറ്റൂല. അപ്പൊ ഇങ്ങനെ അതില് എന്തെങ്കിലും മിസ്മാച്ച് വരികയാണെങ്കിൽ എന്ത് സംഭവിക്കുന്നു? ഓർഗനൈസേഷൻ എന്ത് പറ്റുന്നു? ഹൈ ലോസ്, ആ ഉയർന്ന നഷ്ടത്തിലേക്ക് വരും. അണ്ടർലൈൻ ചെയ്തോട്ടെ അത്. ഇനി അതെന്തൊക്കെയാ? ഇറ്റ് ക്യാൻ ബി, അതെന്തൊക്കെയാകാം? ആ നഷ്ടം എന്ന് നമ്മൾ പറഞ്ഞല്ലോ, എന്തൊക്കെയാകാം? ഇറ്റ് ക്യാൻ ബി ഇൻ ടേംസ് ഓഫ് മണി, പൈസയുടെ ഇതാകാം. ടൈം നഷ്ടം വരാം. ആൻഡ് എനി അതർ ഫാക്ടേഴ്സ് സച്ച് ആസ് കോസ്റ്റ് ഓഫ് ട്രെയിനിങ്, ഇനി അവർക്ക് ട്രെയിനിങ് വല്ലതും കൊടുക്കണമെങ്കിൽ അതിന് വരുന്ന കോസ്റ്റ് ഓഫ് ഓപ്പറേറ്റിംഗ്, പ്രവർത്തനത്തിന് ചെലവാകുന്ന കോസ്റ്റ്, അങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നഷ്ടം വരാം. അതൊക്കെയാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ. പൈസയായിട്ട് അല്ലെങ്കിൽ വെറുതെ ടൈം കളയും, കുറെ സമയം കളയും. ചിലപ്പോ ശരിക്കുള്ള എംപ്ലോയി ആണെങ്കിൽ 4 മണിക്കൂർ കൊണ്ട് തീർക്കേണ്ട കാര്യം ഇവര് 8 മണിക്കൂർ കൊണ്ടായിരിക്കും ചിലപ്പോൾ തീർക്കണേ. അപ്പൊ നമുക്ക് സമയവും നഷ്ടം വരും, പൈസയും പോകും. ഇനി അവരെ വല്ല ട്രെയിനിങ് നടത്തുന്നതിന് കോസ്റ്റ് ഓഫ് ഓപ്പറേറ്റിംഗ്, പ്രവർത്തനം, ഇതൊക്കെ എന്ത് ചെയ്യാം? നഷ്ടം വരാം. എക്സെട്ര. With this passage of time എന്ന് വെച്ചാൽ അത് അപ്പൊ അങ്ങനെ കാലക്രമേണ, അപ്പൊ അങ്ങനെ അയാൾ അവരെ നിർത്തിയിട്ടോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ കാലക്രമേണ എന്താ? എംപ്ലോയീസ് മേ ലോസ് ഇൻട്രസ്റ്റ് ഇൻ ദ ജോബ്. അങ്ങനെ വരുമ്പോ എംപ്ലോയീസിന് സ്വാഭാവികമായിട്ട് എന്ത് പറ്റും? ആ ജോബിലും താല്പര്യം ഉണ്ടാവോ? ജോലിയിൽ താല്പര്യം ഉണ്ടാവോ? മേ ലോസ് ഇൻട്രസ്റ്റ് ഇൻ ദ ജോബ്. ആ ജോലിയിലേക്ക് താല്പര്യം വരുമോ? നമുക്ക് ഇഷ്ടമല്ലാത്ത ജോലിയാണ്, നമ്മൾ ഉന്തിത്തള്ളി, ആരെങ്കിലും ഉന്തിത്തള്ളി വിട്ടതാണ്, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള പ്രാരാബ്ധ കാരണം നമ്മൾ പോയതാണ്, ഇഷ്ടമല്ലാത്തതാണ്. കുറെ നാൾ അങ്ങനെ നിൽക്കുമ്പോൾ കാലക്രമേണ നമുക്ക് എന്ത് പറ്റും? ലോസ്, ആ ജോബിലൊരു താല്പര്യം കുറയൂലേ, ആ ജോലിയിൽ ഇൻട്രസ്റ്റ് ഇല്ലാതെയാകും. ആൻഡ് ഈവൻ റിസൈൻ. എന്നിട്ട് അവസാനം എന്താ, നമ്മള് അങ്ങനെ താല്പര്യം ഇല്ലാതെയായി നമുക്ക് ആ ജോലി റിസൈൻ ചെയ്യും. റിസൈൻ ചെയ്യുന്ന വെച്ചാൽ രാജിവെക്കാൻ വരെ പോകും അല്ലെ, ജോലി വേണ്ടാന്ന് വെക്കും. ആസ് എ റിസൾട്ട് ഓഫ് എന്തിന്റെ ഫലമായിട്ട്? ഡിസാറ്റിസ്ഫാക്ഷൻ അല്ലെ, എന്താ അതൃപ്തി, ആ ജോലിയിലുള്ള എന്താ അതൃപ്തി കാരണം അല്ലെ, അത് ആ ഒരു എന്താ നമുക്കൊരു ഡിസാറ്റിസ്ഫാക്ഷനിലേക്ക്, ഒരു അതൃപ്തിയിലേക്ക് കാരണമാകും. മനസ്സിലാവുന്നില്ലേ പറയണേ? അപ്പൊ അങ്ങനെ ഇഷ്ടമല്ലാത്ത ഇതിലേക്ക് വരുമ്പോൾ നമ്മൾ കാലക്രമേണ നമുക്ക് ജോലിയോടുള്ള താല്പര്യം നഷ്ടപ്പെടും, നമ്മൾ രാജിവെക്കും. അതുപോലെ നമുക്കൊരു അസംതൃപ്തി, അതിനോട് ഒരു എന്താ പറയാ, സാറ്റിസ്ഫാക്ഷൻ ഇല്ലാതെ അവരിതിലേക്ക് വരും. ഇറ്റ് ഈസ് പോസിബിൾ ദാറ്റ് ഫ്രസ്ട്രേറ്റഡ് എംപ്ലോയീസ് മേ പാസ് ഓൺ സം നെഗറ്റീവ് ആൻഡ് misrepresented news pertaining to the organization. Frustrated എന്ന് പറഞ്ഞാൽ നിരാശനായ. അപ്പൊ അങ്ങനെ അപ്പൊ നമുക്ക് ആകെ എന്താ പറയാ, നിരാശയാവും അല്ലെ. നമുക്ക് ആ ഒരു ജോലി കിട്ടിയിട്ടായിരുന്നു, പക്ഷെ എനിക്ക് അതിനകത്ത് പെർഫോം ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ അതെനിക്ക് ഇഷ്ടമല്ല, താല്പര്യം ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ ജോലിയൊക്കെ രാജിവെച്ചു. അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യുന്നു? ആ എംപ്ലോയീസ് എന്താ നിരാശനാവും. അങ്ങനെ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള, നിരാശനായിട്ടുള്ള എംപ്ലോയീസ് എന്ത് പറ്റും? പാസ് ഓൺ സം നെഗറ്റീവ്. എന്ത് ചെയ്യും അവര്? ആ ഓർഗനൈസേഷനെ കുറിച്ച് എന്ത് ചെയ്യും? ചില നെഗറ്റീവ് കാര്യങ്ങള് അല്ലെ, ആ സാധനം കൊള്ളൂല എന്നൊക്കെ ഞാൻ പോകുന്നത് അല്ലെ, അല്ലെങ്കിൽ നമ്മുടെ ഇതില്ലാത്തതുകൊണ്ടെന്നല്ല പറയുള്ളൂ. അപ്പൊ ആ ഒരു ഇതിനെ കുറിച്ച് എന്തോ ഒരു നെഗറ്റീവ് ഇത് വരും. അത് മിസ്റെപ്രസെന്റഡ് ന്യൂസ്, തെറ്റായി ചിത്രീകരിച്ചിട്ടുള്ള വാർത്തകളൊക്കെ ഏത്? പെർറ്റെയിനിങ് വെച്ചാൽ ബന്ധപ്പെട്ട്, ഏത് ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ട് ചില നെഗറ്റീവ് ആയിട്ടുള്ളത്, തെറ്റായുള്ള വാർത്തകളൊക്കെ പാസ് ചെയ്യാൻ കാരണമാകും. Which may result in enormous loss in long run. Enormous എന്ന് വെച്ചാൽ വലിയ,
വലിയ ബിഗ് ലോസ്. അപ്പൊ അങ്ങനെ അതിന്റെ ഫലമായിട്ട് എന്താ, അപ്പൊ എന്ത് പറ്റുന്നു, ദീർഘകാല അടിസ്ഥാനത്തിൽ വലിയ നഷ്ടത്തിലേക്ക് എത്തും. Hence, continuous observation of the fit between the candidate's abilities and the job requirement is necessary for an effective selection procedure. underline ചെയ്തിട്ടേ. അതുകൊണ്ട് എന്ത് വേണം, ഒരു നല്ലൊരു ഫലപ്രദമായിട്ടുള്ള അല്ലെങ്കിൽ കാര്യക്ഷമമായിട്ടുള്ള സെലക്ഷൻ പ്രൊസീജിയറിൽ എന്ത് വേണം, കണ്ടിന്യൂസ് ഒബ്സർവേഷൻ ഓഫ് ദ ഫിറ്റ് ബിറ്റ്വീൻ ദ കാൻഡിഡേറ്റ്സ് എബിലിറ്റീസ്, കാൻഡിഡേറ്റ്സിന്റെ കഴിവുകള് അല്ലെ, ഏത്, ആൻഡ് ജോബ് റിക്വയർമെന്റ്സ്, കാൻഡിഡേറ്റ്സിന്റെ കഴിവുകളും ജോബ് റിക്വയർമെന്റ്സും അത് കറക്റ്റ് മാച്ച് ആക്കണം നമ്മൾ അല്ലെ. അല്ലെങ്കിൽ തമ്മിലുള്ള യോജിപ്പ് എന്ത് വേണം, നെസസറി ആണ്. എന്തിന്, ഫോർ ആൻ ഇഫക്റ്റീവ് സെലക്ഷൻ പ്രോസസ്, ഒരു ഫലപ്രദമായിട്ടുള്ള സെലക്ഷൻ പ്രോസസ്സിന് ആ കാൻഡിഡേറ്റ്സിന്റെ എബിലിറ്റിയും അതുപോലെ തന്നെ ജോബ് റിക്വയർമെന്റ്സിന്റെയും യോജിപ്പ്, യോജിപ്പ് വളരെയധികം അത്യാവശ്യമാണ്. അണ്ടർലൈൻ ചെയ്തിട്ടോട്ടോ. ഒരു കഥ കേട്ട ഒരു ഇതുണ്ടാവും, ഒരു സിനിമ കണ്ട അല്ലെങ്കിൽ ഒരു കഥ കേട്ട ഒരു പ്രതീതി ഉണ്ടാവും. എന്താ ആരും ഒന്നും മിണ്ടാത്തെ? ഓക്കെ അല്ലേ? മനസ്സിലാക്കി വെക്കണില്ലേ കാര്യങ്ങള്? ഓക്കെ. അപ്പൊ അത്രയും കാര്യങ്ങളാണ് ഒബ്ജക്റ്റീവ്സ് വന്നത് കേട്ടോ. നോക്കി ഏതൊക്കെയാണ്, സ്യൂട്ടബിൾ ആയിട്ടുള്ള ഏറ്റവും അനുയോജ്യമായിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്യാൻ, ആപ്ലിക്കൻസിന്റെ കേപ്പബിലിറ്റീസ് നമ്മൾ മനസ്സിലാക്കാനായിട്ട്, പരിശോധിക്കാനായിട്ട്, വെരിഫൈ ചെയ്യാനായിട്ട്, ശരിയായിട്ടുള്ള ജോബിലേക്ക് ശരിയായിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ സ്ഥാപിക്കാനായിട്ട്, കാൻഡിഡേറ്റ്സിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് പരിശോധിക്കാനായിട്ട് സെലക്ഷന് ഹെൽപ്പ് ചെയ്യും. അതിന്റെ ഒരു ഒബ്ജക്റ്റീവ് ആണ്. ലാസ്റ്റത്തെയാണ് ചെലവുകൾ സേവ് ചെയ്യാനായിട്ട്. ക്ലിയർ അല്ല എല്ലാവർക്കും ആ പോയിന്റ്സ്? അപ്പൊ അവിടെ ഒബ്ജക്റ്റീവ്സിൽ ഇൻക്ലൂഡ് ചെയ്യണത് ഏതെന്നോ അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏതെന്നോ ചോദിക്കാം. പിന്നെ അതിന്റെ ഉള്ളിലുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ചോദിക്കാം. മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഇനി അടുത്തതാണ് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് സെലക്ഷൻ. സെലക്ഷനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് സെലക്ഷനെ അഫക്റ്റ് ചെയ്യുന്നത്, സ്വാധീനിക്കുന്ന ഘടകങ്ങൾ, എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് സ്വാധീനിക്കുന്നത്? അവിടെ നമ്മൾ രണ്ടെണ്ണാണ് പറയുന്നത്. ഇന്റേണൽ എൻവയോൺമെന്റ് ഫാക്ടേഴ്സ്, ഇന്റേണൽ ഫാക്ടേഴ്സും, അതായത് ഒരു ഓർഗനൈസേഷനുള്ളിലുള്ള ഇതിന്റെ ഉള്ളിൽ നിൽക്കുന്ന ഇന്റേണൽ ഫാക്ടേഴ്സും ഉണ്ട്, എക്സ്റ്റേണൽ എൻവയോൺമെന്റ് ഫാക്ടേഴ്സും ഉണ്ട് കേട്ടോ. സെലക്ഷനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ഇന്റേണൽ എൻവയോൺമെന്റ് ഫാക്ടേഴ്സും എക്സ്റ്റേണൽ എൻവയോൺമെന്റ് ഫാക്ടേഴ്സും ഉണ്ട്. ഓക്കെ, ഫസ്റ്റത്തെയാണ് ഇന്റേണൽ എൻവയോൺമെന്റ് ഫാക്ടേഴ്സ്. ഇന്റേണൽ എന്തൊക്കെയാണ്? ഇന്റേണൽ എൻവയോൺമെന്റ് ഫാക്ടേഴ്സ് വിച്ച് അഫക്ട് ദ സെലക്ഷൻ പ്രോസസ് ഇൻക്ലൂഡ്സ്, സെലക്ഷൻ പ്രോസസ്സിനെ എന്താ പറയാ, അതിനകത്ത് വരുന്ന ഇന്റേണൽ ഫാക്ടേഴ്സ് ആട്ടോ. ഒന്നാമത്തെ നോക്കിയേ, സൈസ് ഓഫ് ദ ഓർഗനൈസേഷൻ. അവിടെ ഓർഗനൈസേഷന്റെ വലിപ്പം സെലക്ഷൻ പ്രോസസ്സിനെ സ്വാധീനിക്കും. അതായത് ആ സ്ഥാപനത്തിന്റെ വലിപ്പം, ഇത് വലിയൊരു ഓർഗനൈസേഷൻ ആണോ ചെറുതാണോ, അപ്പൊ അങ്ങനെയുള്ള ഒരു ഇതില്ലേ, ആ വലിപ്പം, ഓർഗനൈസേഷന്റെ സൈസ് സെലക്ഷൻ പ്രോസസ്സിനെ അഫക്ട് ചെയ്യും. എങ്ങനെയാന്ന് നോക്കിയേ, സെലക്ഷൻ പ്രോസസ് ഈസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ദ സൈസ് ഓഫ് ദ ഓർഗനൈസേഷൻ. അണ്ടർലൈൻ ചെയ്തിട്ടോ സെന്റൻസ്. സെലക്ഷൻ പ്രോസസ് ഏതാണ്, ഓർഗനൈസേഷന് വലുപ്പത്തെ സ്വാധീനിക്കും. അല്ലെങ്കിൽ ഓർഗനൈസേഷന്റെ വലുപ്പം അനുസരിച്ച് നമ്മുടെ സെലക്ഷൻ പ്രോസസ് വ്യത്യാസം വരാം. ഓക്കെ, ഫോർ എക്സാമ്പിൾ ആയിട്ട് തന്നിട്ടുണ്ട്. സ്മോൾ ഓർഗനൈസേഷൻ യൂസ് എ മോർ ഇൻഫോർമൽ സെലക്ഷൻ പ്രോസസ്. അണ്ടർലൈൻ ചെയ്തിട്ടേ. ചെറിയ ഓർഗനൈസേഷൻസ് എന്താ ഉപയോഗിക്കുന്നത്, യൂസ് എ മോർ ഇൻഫോർമൽ സെലക്ഷൻ പ്രോസസ്. അധികം എന്താ പറയാ, ഔപചാരികമല്ലാതെ കുറച്ചും കൂടി ലിബറൽ ആയിട്ടുള്ള, മോർ ഇൻഫോർമൽ സെലക്ഷൻ പ്രോസസ്, കൂടുതൽ ഇൻഫോർമൽ ആയിട്ടുള്ള, ഫോർമൽ അല്ല, ഇൻഫോർമൽ ആയിട്ടുള്ള സെലക്ഷൻ പ്രോസസ് ആണ് ഏത്, ഈ സ്മോൾ ഓർഗനൈസേഷൻസ്. ഇൻ കമ്പാരിസൺ, ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ടു ദ ബിഗ് ഓർഗനൈസേഷൻ, വലിയ ഓർഗനൈസേഷനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ചെറിയ സ്ഥാപനങ്ങള് ഇൻഫോർമൽ ആയിട്ടുള്ള സെലക്ഷൻ പ്രോസസ് ആണ് അവര് എടുക്കുന്നത്. which generally rely upon, depending upon the formal and the systematic selection process. ഉണ്ടോ എന്തിനെ? അപ്പൊ വലിയ ഓർഗനൈസേഷനിൽ എങ്ങനെയാ ഫോർമൽ ആയിരിക്കും,
സെലക്ഷൻ പ്രോസസ്സ് കുറച്ചുകൂടി ഔപചാരികമായിരിക്കും, ഫോർമൽ ആയിരിക്കും, ആൻഡ് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു സെലക്ഷൻ പ്രോസസ് ആയിരിക്കും. അപ്പോ ഫോർമൽ ആയിട്ടുള്ള സിസ്റ്റമാറ്റിക് സെലക്ഷൻ പ്രോസസ് ആണ് വലിയ ഓർഗനൈസേഷനിൽ. അങ്ങനെയുള്ള ഓർഗനൈസേഷനെ വെച്ച് നോക്കുമ്പോൾ, കമ്പയർ ചെയ്യുമ്പോൾ ചെറിയ ഓർഗനൈസേഷനുകൾക്ക്, സ്ഥാപനങ്ങളിൽ ഒരു ഇൻഫോർമൽ സെലക്ഷൻ പ്രോസസ് ആയിരിക്കും നടത്തുന്നത്. രണ്ടും ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടോ? സ്മോൾ ഓർഗനൈസേഷനിൽ മോർ ഇൻഫോർമൽ സെലക്ഷൻ പ്രോസസ് ആണ് ഉപയോഗിക്കുന്നത്. എന്നാൽ ബിഗ് ഓർഗനൈസേഷനിൽ ഏതാണ്? ഫോർമൽ ആൻഡ് സിസ്റ്റമാറ്റിക് സെലക്ഷൻ പ്രോസസ് ആണ് ഉപയോഗിക്കുന്നത്. അത് രണ്ടും അണ്ടർലൈൻ ചെയ്തില്ല അവിടെ. ഒന്നാമത്തെ സെന്റൻസും അണ്ടർലൈൻ ചെയ്തില്ല. ഓക്കെ, രണ്ടാമത്തെ നോക്കിയേ, ടൈപ്പ് ഓഫ് ദ ഓർഗനൈസേഷൻ. ഓർഗനൈസേഷന്റെ ടൈപ്പ്, ഏത് തരം സ്ഥാപനമാണ്, അതും സെലക്ഷൻ പ്രോസസ്സിനെ അഫക്ട് ചെയ്യും. Organization that have a complicated structure significantly require a refined working structure. Organization that have a complicated, ഒരു കുറച്ചും കൂടി സങ്കീർണമായിട്ടുള്ള, കുറച്ചും കൂടി എന്താ പറയാ, വലിയൊരു ഇത് കാര്യങ്ങളൊക്കെ നടത്തുന്ന അങ്ങനെയുള്ള സ്ഥാപനങ്ങളാണെങ്കിൽ, organization that have complicated structure ആണെങ്കിൽ significantly required a refined working structure. ഒരു നന്നായി രൂപപ്പെടുത്തിയ ഒരു വർക്കിംഗ് ഘടന വേണം, വർക്കിംഗ് സ്ട്രക്ചർ വേണം. അത് എങ്ങനെയെങ്കിലൊക്കെ ആവട്ടെ എന്ന് വിചാരിക്കാൻ പറ്റില്ല. കോംപ്ലിക്കേറ്റഡ് സ്ട്രക്ചർ ആണ്, ഇച്ചിരി കൂടി എന്താ പറയാ വലിയ വലിയ കാര്യങ്ങളൊക്കെയാണ്, ഇച്ചിരി റിസ്ക് പിടിച്ച കാര്യങ്ങളൊക്കെയാണ്. അങ്ങനെയാണെങ്കിൽ എന്ത് വേണം? അതിനുവേണ്ടി നന്നായി രൂപപ്പെടുത്തിയിട്ടുള്ള ഒരു വർക്കിംഗ് സ്ട്രക്ചർ വേണം. അണ്ടർലൈൻ ചെയ്തിട്ടോട്ടോ. Require a refined working structure. Most organizations split their organizational structure into 3 basic types. നോക്കിയേ, മിക്ക ഓർഗനൈസേഷനും, ഇങ്ങനെയുള്ള വലിയ ഓർഗനൈസേഷനുകളും എന്താണ്, ഓർഗനൈസേഷൻ സ്ട്രക്ചറിനെ 3 ബേസിക് ടൈപ്പുകളായിട്ടാണ് തിരിച്ചേക്കുന്നത്. 3 ബേസിക് ടൈപ്സ്. ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോ എത്രയാണുള്ളത്. Split their organization structure into 3 basic types. One type, ഒന്നാമത്തെ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ലൈൻ സ്ട്രക്ചർ ആണ്. നമുക്ക് ഏതാണ്? ലൈൻ സ്ട്രക്ചർ. ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചല്ലേ. ലൈൻ സ്ട്രക്ചർ where the specific duties are set to be performed from top to bottom. അപ്പൊ ലൈൻ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ എന്താ? ലൈൻ ആണ്. അതായത് മുകളിൽ നിന്ന് താഴേക്ക് നിർദ്ദിഷ്ട കടമകൾ നിർവഹിക്കാൻ സജ്ജീകരിച്ചിരിക്കുന്ന ഒരു ഘടനയാണ്. അതായത് മുകളിൽ നിന്ന്, ടോപ്പിൽ നിന്ന് വരുന്നത് നമ്മൾ താഴേക്കുള്ളവരനുസരിക്കും. അതാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ. ലൈൻ സ്ട്രക്ചർ എന്ന് പറയുന്നത് മുകളിൽ നിന്ന് താഴേക്ക് നിർദ്ദിഷ്ട കടമകൾ വഹിക്കാൻ സജ്ജീകരിച്ചിട്ടുള്ള ഒരിതാണ് ഒന്നാമത്തെ ടൈപ്പ്. 1 ടൈപ്പ്, അതായത് ലൈൻ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇനി അടുത്ത് നോക്കിയാൽ ലൈൻ ആൻഡ് സ്റ്റാഫ് സ്ട്രക്ചർ ഉണ്ട്. അടുത്തത് ലൈൻ ആൻഡ് സ്റ്റാഫ് സ്ട്രക്ചർ രണ്ടാമത്തെ ടൈപ്പ് ആണ്. നോക്കിയേ, അവിടെ എങ്ങനെയാ? ഡ്യൂട്ടീസ് ആർ ഡിഫൈൻഡ് ബൈ സ്റ്റാഫ് ആൻഡ് ലൈൻ. അതിനെ നിശ്ചിതമാക്കിയിരിക്കുന്നു സ്റ്റാഫ് ആൻഡ് ലൈൻ. നോക്കിയേ, ദാറ്റ് ഈസ് എന്ന് വെച്ചാൽ എന്താ പറഞ്ഞേക്കണേ? വിത്ത് ദ സ്റ്റാഫ് ഡിപ്പാർട്ട്മെന്റ് സപ്പോർട്ടിംഗ് ലൈൻ മാനേജേഴ്സ്. ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് അത് ലൈൻ ആൻഡ് സ്റ്റാഫ് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ എന്താ? ഡ്യൂട്ടീസ് എങ്ങനെയാ? വിത്ത് സ്റ്റാഫ് ഡിപ്പാർട്ട്മെന്റ്. സ്റ്റാഫ് ഡിപ്പാർട്ട്മെന്റ് ആരെ? സപ്പോർട്ടിംഗ് ദ ലൈൻ മാനേജേഴ്സ്. ലൈൻ മാനേജേഴ്സിന്റെ സപ്പോർട്ട് ചെയ്യും. ലൈൻ മാനേജർ എന്ന് പറഞ്ഞാൽ ആരാ? ഒരു ടീമിന്റെ പ്രവർത്തനങ്ങളൊക്കെ നിർവഹിക്കുകയും അതൊക്കെ നല്ല രീതിയിൽ മേൽനോട്ടം വഹിക്കുകയും ചെയ്യുന്ന ആളാണ് ലൈൻ മാനേജേഴ്സ്. അപ്പൊ സ്റ്റാഫ് ഡിപ്പാർട്ട്മെന്റ് ലൈൻ മാനേജേഴ്സിനെ സപ്പോർട്ട് ചെയ്യും. കണ്ടോ? ഇത് സ്റ്റാഫ് ഡിപ്പാർട്ട്മെന്റ് സപ്പോർട്ടിംഗ് ദ ലൈൻ മാനേജേഴ്സ്. അണ്ടർലൈൻ ചെയ്തോട്ടോ. അതാണ് ലൈൻ ആൻഡ് സ്റ്റാഫ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. സ്റ്റാഫ് ഡിപ്പാർട്ട്മെന്റ് ലൈൻ മാനേജേഴ്സിനെ സപ്പോർട്ട് ചെയ്യും. സപ്പോർട്ടിംഗ് ദ ലൈൻ മാനേജേഴ്സ്. അടുത്ത മൂന്നാമത്തെ നോക്കിയേ, എ ഡിപ്പാർട്ട്മെന്റ് ഓർഗനൈസേഷണൽ സ്ട്രക്ചർ. എ ഡിപ്പാർട്ട്മെന്റ് ഓർഗനൈസേഷണൽ സ്ട്രക്ചർ. അത് മൂന്നും ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചോട്ടോ. ലൈൻ സ്ട്രക്ചർ ഉണ്ട്, ലൈൻ ആൻഡ് സ്റ്റാഫ് സ്ട്രക്ചർ ഉണ്ട്, ഡിപ്പാർട്ട്മെന്റ് ഓർഗനൈസേഷണൽ സ്ട്രക്ചർ. ഫംഗ്ഷൻ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഡിപ്പാർട്ട്മെന്റ്. എന്താണ് ഫംഗ്ഷൻ? ഡിപ്പാർട്ട്മെന്റ്സിനെ ഹെൽപ്പ് ചെയ്യുക. വിത്ത് പീപ്പിൾ സ്പെഷ്യലൈസ്ഡ് ഇൻ ഹ്യൂമൻ റിസോഴ്സസ്, മാർക്കറ്റിംഗ്, എഞ്ചിനീയറിംഗ്, ഫിനാൻസ്. കണ്ടോ? ഇങ്ങനെയുള്ള ആ സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ആ ഒരു ഡിപ്പാർട്ട്മെന്റിനെ, ആ ആളുകള് ഇതുമായിട്ടൊക്കെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഹ്യൂമൻ റിസോഴ്സില്, മാർക്കറ്റിംഗില്, എഞ്ചിനീയറിംഗ്, ഇതൊക്കെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ആളുകൾ കൂടി എന്താണ് ആ ഡിപ്പാർട്ട്മെന്റിനെ, ആ ഡിപ്പാർട്ട്മെന്റിന്റെ പ്രവർത്തനങ്ങളെയൊക്കെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളത് കേട്ടോ.
department, organization, structure, function with the help of department. ഒന്ന് underline ചെയ്തിടാം. With the help of departments. Then the selection process varies with the type of organizational structure. അതുകൊണ്ട് selection process വ്യത്യാസപ്പെട്ടിരിക്കും എന്തിനനുസരിച്ച് organizational structure അനുസരിച്ച്. The selection process varies with the type of organizational structure. ആ സെന്റൻസ് കൂടി ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. സെലക്ഷൻ പ്രോസസ്സിൽ വ്യത്യാസം വരും. അതായത് ഓർഗനൈസേഷന്റെ സ്ട്രക്ചർ അനുസരിച്ച് സെലക്ഷൻ പ്രോസസ്സിൽ വ്യത്യാസമുണ്ട്. അടുത്തതാണ് സി ആട്ടോ. സി അത് മനസ്സിലായോ? ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻസ് അതിന് 3 ബേസിക് ടൈപ്പ് ആയിട്ടാണ് ഓർഗനൈസേഷന് തിരിച്ചിരിക്കുന്നത്. അത് ഏതാണ് 3 ടൈപ്പ് എന്ന് നോക്കാം. ലൈൻ സ്ട്രക്ചർ, ലൈൻ ആൻഡ് സ്റ്റാഫ് സ്ട്രക്ചർ, ഡിപ്പാർട്ട്മെന്റ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ. അത് നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ എന്താണ് അപ്പൊ അങ്ങനെ ആ സ്ട്രക്ചർ അനുസരിച്ച് അല്ലെ ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ അനുസരിച്ച് സെലക്ഷൻ പ്രോസസ്സിന്റെയും വ്യത്യാസപ്പെടും. ഓക്കെ, സെലക്ഷൻ പ്രോസസ് വേരീസ് വിത്ത് ദ ടൈപ്പ് ഓഫ് ഓർഗനൈസേഷണൽ സ്ട്രക്ചർ. ക്ലിയർ ആയോ? അത്രയും. ഇനി അടുത്തതാണ് സി എന്ന് പറയുന്നത് നേച്ചർ ഓഫ് സോഷ്യൽ പ്രഷർ. സോഷ്യൽ സാമൂഹികമായ സമ്മർദ്ദം, സോഷ്യൽ പ്രഷർ, അതിന്റെ സ്വഭാവം, സാമൂഹിക സമ്മർദ്ദത്തിന്റെ സ്വഭാവം. നേച്ചർ ഓഫ് സോഷ്യൽ പ്രഷർ, സോഷ്യൽ സാമൂഹികമായിട്ടുള്ള ഒരു പ്രഷർ, അതിന്റെ സ്വഭാവം. ഓക്കെ, സെലക്ഷൻ പ്രോസസ് ഈസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ സോഷ്യൽ പ്രഷർ ആസ് വെൽ ആസ് ബിക്കോസ് ദ സെലക്ഷൻ ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഈസ് ഗ്രേറ്റ്ലി ഇൻഫ്ലുവൻസ്ഡ് ബൈ. ഏതൊക്കെയാണ് സ്വാധീനിക്കുന്നത്? ആ സെലക്ഷൻ പ്രോസസ്സിനെ സ്വാധീനിക്കുന്ന ഏതൊക്കെയാണ്? ലെജിസ്ലേഷൻ. ലെജിസ്ലേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? നിയമനിർമ്മാണം. എക്സിക്യൂട്ടീവ് ഓർഡേഴ്സ്, എക്സിക്യൂട്ടീവ് ഓർഡേഴ്സ്, എക്സിക്യൂട്ടീവ് ഓർഡറുകള്. ആൻഡ് കോർട്ട് ഡിസിഷൻ, കോടതിയുടെ ഈ തീരുമാനങ്ങള്, കോടതിയുടെ തീരുമാനം എക്സെട്ര. എവറി ഓർഗനൈസേഷൻ ഹാസ് ടു ഫങ്ഷൻ വിത്ത് ദ സൊസൈറ്റി അണ്ടർ some social and legislative terms and conditions. ഇപ്പൊ ഏതൊരു സ്ഥാപനമാണെങ്കിലും നമ്മുടെ ആ സൊസൈറ്റിയിലെ അല്ലെ സമൂഹത്തിലെ ചില സാമൂഹികമായിട്ടുള്ള നിയമനിർമ്മാണ ഒരു ചില വ്യവസ്ഥകളുണ്ട് അല്ലെ. അല്ലാതെ നമ്മൾ ഒറ്റയ്ക്ക് അല്ലെങ്കിൽ നമുക്ക് തോന്നിയ രീതിയിൽ ചെയ്യാൻ പറ്റൂല. ഏതൊരു സ്ഥാപനമാണെങ്കിലും ആ സമൂഹത്തിനുള്ളിലെ ചില സാമൂഹിക നിയമനിർമ്മാണ നിബന്ധനകളും വ്യവസ്ഥകൾക്കും വിധേയമായിട്ട് പ്രവർത്തിക്കണം. അതായത് അതിനനുസരിച്ച് വേണം അവിടെ പ്രവർത്തിക്കാൻ. അതായത് സോഷ്യൽ പ്രഷർ ഈ സെലക്ഷൻ പ്രോസസ്സിന് ഹെൽപ്പ് ചെയ്യും. അതായത് നമുക്ക് തോന്നിയ രീതിയിൽ അവിടെ ചെയ്യാൻ പറ്റൂല. എന്താണ്? ഏതൊരു ഒരു സ്ഥാപനമാണോ അതൊരു സൊസൈറ്റിയിലല്ലേ, ആ ഒരു സമൂഹത്തിനുള്ളിലുള്ള ചില സാമൂഹ്യമായിട്ടുള്ള ചില ലെജിസ്ലേറ്റീവ്, ചില നിയമനിർമ്മാണ നിബന്ധനകള്, അങ്ങനെയുള്ള ചില വ്യവസ്ഥകൾക്കൊക്കെ എന്ത് ചെയ്യണം? വിധേയമായിട്ട് തന്നെ പ്രവർത്തിക്കണം. അതിനകത്ത് ആ ഫസ്റ്റ് സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. സെലക്ഷൻ പ്രോസസ് ഈസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ സോഷ്യൽ പ്രഷർ ബിക്കോസ്. എന്തുകൊണ്ടാ? സെലക്ഷൻ ഓഫ് ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ് സ്വാധീനിക്കുന്നത്? ആ ഒരു ഹ്യൂമൻ റിസോഴ്സിനെ അല്ലെങ്കിൽ മനുഷ്യശേഷി അല്ലെ, ഹ്യൂമൻ റിസോഴ്സിനെ അല്ലെങ്കിൽ മാൻ പവറിനെ അത് സെലക്ട് ചെയ്യുക എന്നുള്ളത് ഏതൊക്കെയാ? ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു? ഇൻഫ്ലുവൻസ് ചെയ്യും, സ്വാധീനിക്കും. ലെജിസ്ലേഷൻ, എക്സിക്യൂട്ടീവ് ഓർഡേഴ്സ്, കോർട്ട് ഡിസിഷൻ, കോടതിയുടെ തീരുമാനങ്ങൾ, ഇതിനെയൊക്കെ ബേസ് ചെയ്തിരിക്കും. അതുകൊണ്ട് തന്നെ എല്ലാ ഓർഗനൈസേഷനും എങ്ങനെയാണ്? സമൂഹത്തിനുള്ളിൽ തന്നെ ചില സാമൂഹിക നിർമ്മാണ ഒരു നിബന്ധനകൾ അതിനെ അടിസ്ഥാനമായിട്ട് തന്നെ എന്ത് ചെയ്യണം? പ്രവർത്തിക്കണം. Every organization has to function in the society under some social and legislative terms and conditions. അതിനനുസരിച്ച് വേണം പ്രവർത്തിക്കാനായിട്ട്. നെക്സ്റ്റ് നോക്കിയേ, കാൻഡിഡേറ്റ്സ് പൂൾ. കാൻഡിഡേറ്റ്സ് പൂൾ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഗ്രൂപ്പ്, കൂട്ടം എന്നുള്ളതാട്ടോ കാൻഡിഡേറ്റ്സ് പൂൾ. Selection process is affected by the list of applicants. അണ്ടർലൈൻ ചെയ്തേ. സെലക്ഷൻ പ്രോസസ് എന്തിനെ സ്വാധീനിക്കുന്നു? ഒരു ആപ്ലിക്കൻസിന്റെ ലിസ്റ്റ്, എത്ര ആപ്ലിക്കൻസ് അവിടെ ഉണ്ട്, അല്ലെങ്കിൽ ലിസ്റ്റിൽ എത്ര പേരുണ്ട്, അത്
സെലക്ഷൻ പ്രോസസ്സിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ കുറെ കാൻഡിഡേറ്റ്സ് ഉണ്ട്, അതിൽ നിന്ന് വേണം നമ്മൾ സെലക്ട് ചെയ്യാനായിട്ട് അല്ലേ. കുറച്ച് പേരുണ്ടെങ്കിൽ നമുക്ക് എളുപ്പമാണ്, പെട്ടെന്ന് അതിന് എടുക്കാൻ പറ്റും അല്ലെ. കുറെ പേരുണ്ടെങ്കിൽ എല്ലാവരെയും നോക്കി അതിന്റെ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് സെലക്ഷൻ പ്രോസസ്സ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതായത് ഈ സെലക്ഷൻ പ്രോസസ്സിനെ അഫക്റ്റ് ചെയ്യുന്ന മറ്റൊരു കാര്യമാണ് ലിസ്റ്റ് ഓഫ് ആപ്ലിക്കൻസ്, ആപ്ലിക്കൻസിന്റെ ലിസ്റ്റ്. It can be a effective process only if the applicant list is large and consists of competent applicants for a specific job position. എന്താ പറഞ്ഞേക്കണേ, എന്താ നോക്കിയേ, അതായത് നോക്കിയേ അവിടെ അവിടെ പറഞ്ഞത് ഇറ്റ് ക്യാൻ ബി ഒരു എഫക്റ്റീവ് പ്രോസസ് ആയിരിക്കും. എന്താ, ഓൺലി ഇഫ് ദ ആപ്ലിക്കന്റ് ലിസ്റ്റ് ഈസ് ലാർജ്. ഒരു ആപ്ലിക്കൻസിന്റെ ലിസ്റ്റ് ലാർജ് ആണ്, വലിയ ഒരു ലിസ്റ്റ് ആണ്. ആൻഡ് കൺസിസ്റ്റ് ഓഫ് കോമ്പറ്റന്റ് ആപ്ലിക്കൻസ് ഫോർ എ സ്പെസിഫിക് ജോബ് പൊസിഷൻ. അതായത് ഒരു ജോബ് പൊസിഷനിലേക്ക്, ഒരു വേക്കൻസിയിലേക്ക് കോമ്പീറ്റ് ചെയ്യുന്ന അതിന് കഴിവുള്ള ആപ്ലിക്കൻസ്, അതിന്റെ ലിസ്റ്റ് നമ്മൾ വലുതാണ്. അങ്ങനെയാണെങ്കിൽ സെലക്ഷൻ പ്രോസസ് എഫക്റ്റീവ് ആയിരിക്കും എന്നാ പറഞ്ഞേക്കണം, ഫലപ്രദമായിരിക്കും. എന്താ അങ്ങനെ പറയാൻ കാര്യം? എന്താ, നിങ്ങൾക്ക് ഐഡിയ ഉണ്ടോ? എന്താണ് അങ്ങനെ പറയുന്നത്? നമുക്ക് സെലക്ട് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടാണ്, എങ്കിലും ആപ്ലിക്കൻസിന്റെ ലിസ്റ്റ് ലാർജ് ആണെങ്കിൽ സെലക്ഷൻ പ്രോസസ്സ് നല്ല എഫക്റ്റീവ് ആയിരിക്കും, ഒരു ഫലപ്രദമായിരിക്കും. എന്തുകൊണ്ടാണ്? ഇപ്പൊ നമ്മളൊരു ഓഫീസിലേക്ക് നമുക്ക് 5 പേര് മതി, 5 പോസ്റ്റേ ഉള്ളൂ. പക്ഷെ അവിടെ ഒരു 1000 പേര് അവിടെ അപ്ലൈ ചെയ്തു, അല്ലെങ്കിൽ ആപ്ലിക്കൻസ് ഉണ്ടെങ്കിൽ നമ്മൾ ഈ 1000 പേര് നോക്കിയിട്ടല്ലേ 5 പേരെ സെലക്ട് ചെയ്യണേ. അപ്പൊ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളവരെ നമുക്ക് അതിന് സെലക്ട് ചെയ്യാൻ പറ്റൂലേ. 1000 പേരുണ്ട്, അപ്പൊ അതിലെ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള അല്ലെ 1000 പേരുകളുടെ കഴിവുകളും കാര്യങ്ങളും നോക്കിയിട്ട് അതിലെ ഏറ്റവും അനുയോജ്യമായിട്ടുള്ളവരെ അല്ലേ നമ്മൾ സെലക്ട് ചെയ്യുള്ളൂ അല്ലെ. അപ്പൊ അവര് നല്ല ബ്രില്യന്റ് ആയിട്ടുള്ളവരായിരിക്കും. എന്നാൽ ഇവിടെ ഇപ്പൊ നമ്മൾ പറയാണ് 5 പോസ്റ്റ് ഉണ്ട്, പക്ഷെ 10 പേര് അപ്ലൈ ചെയ്തിട്ടുള്ളൂ. 10 ആപ്ലിക്കന്റ് ലിസ്റ്റ് 10 പേരുള്ളെങ്കിൽ നമ്മൾ ആ 10 പേരിൽ തന്നെ 5 പേരെ എടുക്കണ്ടേ അല്ലേ? ആകെ 10 പേരുള്ളൂ, അതിൽ നിന്ന് 5 പേരെ സെലക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ, ചിലപ്പോ നമ്മൾ 1 2 പേര് നല്ല രീതിയിൽ പെർഫോമൻസ് ഉള്ളവര്, ബാക്കി 3 പേരെ നമ്മൾ ഉള്ളവരിൽ എടുക്കേണ്ടി വരൂല്ലേ, ഉള്ള ആളുകളിൽ നിന്ന് തന്നെ എടുക്കേണ്ടി വരും അല്ലേ. അപ്പൊ ചിലപ്പോ അത്രയും ഇതാടുന്നില്ല. പക്ഷെ മറ്റേത് നോക്കി 1000 പേര് നോക്കിയിട്ട് അതിനകത്തുനിന്ന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളവരെ നമ്മൾ 5 പേരെ സെലക്ട് ചെയ്തു. അതാണ് പറഞ്ഞേക്കണേ, സെലക്ഷൻ പ്രോസസ് എഫക്റ്റീവ് ആവും എപ്പോഴ് ആപ്ലിക്കൻസിന്റെ ലിസ്റ്റ് വലുതാണെങ്കിൽ, ലാർജ് ആണെങ്കിൽ. The number of applicants selected for a specific job position when compared with the total applicants gives the selection ratio. ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് എന്താണ് സെലക്ഷൻ റേഷ്യോ എന്ന് പറയുന്നത്? The number of applicants selected for a specific position. ആ ഒരു പൊസിഷനിലേക്ക് സെലക്ട് ചെയ്തിട്ടുള്ള ആപ്ലിക്കൻസിന്റെ എണ്ണം ഏതുമായിട്ട് കമ്പയർ ചെയ്യണം? വിത്ത് ദ ടോട്ടൽ ആപ്ലിക്കൻസ്. ടോട്ടൽ ആപ്ലിക്കൻസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് സെലക്ഷൻ റേഷ്യോ. എത്ര ആപ്ലിക്കൻസ് ഉണ്ട്, അതിൽ എത്ര പേര് നമ്മൾ ആ പൊസിഷനിലേക്ക് സെലക്ട് ചെയ്തു, അതിന് തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് സെലക്ഷൻ റേഷ്യോ. അണ്ടർലൈൻ ചെയ്തിട്ടോ എന്താണ് സെലക്ഷൻ റേഷ്യോ എന്നുള്ളത്? ഓക്കെ, ഇനി ക്ലിയർ അല്ലേ അത്? ഓക്കെ, ഇനി അടുത്തത് നോക്കിയേ, സ്പീഡ് ഓഫ് ഡിസിഷൻ മേക്കിംഗ്. ഇനി നമ്മളെ ഡിസിഷൻ, ആ എടുക്കുന്ന തീരുമാനത്തിന്റെ സ്പീഡ് ആണോ, സ്പീഡ് ഓഫ് ഡിസിഷൻ മേക്കിംഗ്. ഓക്കെ, സെലക്ഷൻ പ്രോസസ് ഈസ് അഫക്റ്റഡ് ബൈ ദ ടൈം provided for making the selection decision. സെലക്ഷൻ പ്രോസസ്സിനെ നമുക്ക് എന്താ പറയാ, ആ ടൈം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. Selection process is affected, സ്വാധീനിക്കും by the time provided for making the selection decision. Selection, ആ തീരുമാനം എടുക്കാനുള്ള ടൈം, അനുവദിച്ചിട്ടുള്ള ടൈം, അത് എന്താ പറയാ, അതിനെ വെച്ചിട്ട് നമുക്ക് ആ സെലക്ഷൻ പ്രോസസ് അഫക്ട് ചെയ്യുന്നു. അതായത് അവിടെ നമുക്ക് ആ സെലക്ഷൻ ഡിസിഷന് നൽകിയിരിക്കുന്ന സമയം സെലക്ഷൻ പ്രോസസ്സിനെ എന്ത് ചെയ്യുന്നു, അഫക്ട് ചെയ്യുന്നുണ്ട്, സ്വാധീനിക്കുന്നുണ്ട്. ഓർഗനൈസേഷൻ, അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോ കേട്ടോ. Selection process is affected by the time provided for making the
selection decision. Organization can avoid legal problems by strictly following the selection policies and procedure. Kando organization ingane legal ആയിട്ടുള്ള പ്രശ്നങ്ങളെ നമുക്ക് എങ്ങനെ അവോയ്ഡ് ചെയ്യാൻ പറ്റും? എങ്ങനെയാ? നമ്മൾ സ്ട്രിക്റ്റ് ആയിട്ട് സെലക്ഷൻ പോളിസി പ്രൊസീജിയർ ഫോളോ ചെയ്യുക, അല്ലേ? കറക്റ്റ് ആയിട്ട് അവിടുത്തെ പോളിസി, സെലക്ഷൻ പോളിസി പ്രൊസീജിയറുകൾ, നടപടിക്രമങ്ങള് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് ഓർഗനൈസേഷനിൽ ലീഗൽ ആയിട്ടുള്ള പ്രശ്നങ്ങളെ ഒഴിവാക്കാൻ പറ്റും. അണ്ടർലൈൻ ചെയ്തിട്ടോട്ടാ. Organization can avoid legal problems. എങ്ങനെ? By strictly following the selection policies and procedure. Okay. ഇനി അടുത്തതാണ് എക്സ്റ്റേണൽ എൻവയോൺമെന്റ് ഫാക്ടേഴ്സ്. ഇതെല്ലാം നമ്മുടെ ഇന്റേണൽ എൻവയോൺമെന്റ് ഫാക്ടേഴ്സ് ആട്ടോ. സെലക്ഷൻ പ്രോസസ്സിനെ അഫക്ട് ചെയ്യുന്ന ഇന്റേണൽ ഫാക്ടേഴ്സ് ആണ്. ഇന്റേണൽ എൻവയോൺമെന്റ് ഫാക്ടേഴ്സ് ആണ് നമ്മൾ 6 പറഞ്ഞത് കേട്ടോ. ടൈപ്പ് ഓഫ് ദ ഓർഗനൈസേഷൻ, ടൈപ്പ് ഓഫ് ദ ഓർഗനൈസേഷൻ, നേച്ചർ ഓഫ് സോഷ്യൽ പ്രഷർ, കാൻഡിഡേറ്റ് പൂൾ, സ്പീഡ് ഓഫ് ഡിസിഷൻ മേക്കിംഗ്. ഇനി എക്സ്റ്റേണൽ ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഏതൊക്കെയാന്ന് നോക്കിയേ. The external environment factors which influence the selection process. Selection process ne influence ചെയ്യുന്ന external factors. Okay, nature of the labor market. ഒന്നാമത്തെ ആ labor marketന്റെ സ്വഭാവം, nature എന്താണ് നോക്കിയേ. Selection process is affected by the nature of the labor market as well. ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് കേട്ടോ. ഫോർ എക്സാമ്പിൾ, ഇവിടെ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാണ്. The selection process will be short and simple. സെലക്ഷൻ പ്രോസസ് ഷോർട്ട് ആൻഡ് സിമ്പിൾ. ഷോർട്ട് ആണ് സിമ്പിൾ ആണെങ്കിൽ ഇഫ് ദേ ആർ വെരി ഫ്യൂ ആപ്ലിക്കൻസ്. കണ്ടോ, അതാ നമ്മൾ പറഞ്ഞില്ലേ. അതായത് ആപ്ലിക്കൻസ് കുറവാണെങ്കിൽ സെലക്ഷൻ പ്രോസസ് ഷോർട്ട് ആണ്, സിമ്പിൾ ആയിട്ട് നടക്കൂലേ? ഇല്ലേ? ഹാവിംഗ് റിക്വയർഡ് നോളജ് ആൻഡ് സെറ്റ് ഓഫ് സ്കിൽസ്. അങ്ങനെയുള്ള ആപ്ലിക്കൻസ്, വെരി ഫ്യൂ ആപ്ലിക്കൻസ്, ആപ്ലിക്കൻസിന്റെ എണ്ണം കുറവാണെങ്കിൽ സിമ്പിൾ ആയിട്ട് നടക്കൂലേ? ഇപ്പൊ ഒരു 20 പേരെ ആകെ അപ്ലൈ ചെയ്തിട്ടുള്ളൂ. ആ 20 പേരെ നമ്മൾ നോക്കിയാൽ പോരെ? ഇന്റർവ്യൂ കാര്യങ്ങൾ ചെയ്താൽ പോലെ. അപ്പൊ നമുക്ക് കുറച്ചും കൂടി ഷോർട്ട്, കുറച്ച് സമയം കൊണ്ട് തീർക്കാം, സിമ്പിൾ ആയിട്ട് തീർക്കാം. എന്നാൽ 1000 പേരുണ്ടെങ്കിലോ വലിയ ലോങ് ആവും. 1000 പേരെ നോക്കിയിട്ട് വേണം അതിൽ നിന്ന് 5 പേരെ സെലക്ട് ചെയ്യാൻ. അതാട്ടോ ആ ലേബർ മാർക്കറ്റിന്റെ സ്വഭാവം. തിരിച്ചും അതുപോലെ തന്നെ കണ്ടോ, അതിന്റെ വൈസ് വെർസ. അപ്പൊ സെലക്ഷൻ പ്രോസസ്സസ് ഷോർട്ട് ആൻഡ് സിമ്പിൾ എന്ന് പറഞ്ഞാൽ ഫ്യൂ ആപ്ലിക്കൻസ് ആണ്. ഇനി ആപ്ലിക്കൻസിന്റെ എണ്ണം വലിയ ഹൈ ആപ്ലിക്കൻസ് ആണെങ്കിൽ സെലക്ഷൻ പ്രോസസ് എങ്ങനെയാവും? അത് ബിഗ് ആവും, കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആവും. ക്ലിയർ ആയില്ലേ അത്? ഓക്കെ അല്ലേ? ഒന്ന് അണ്ടർലൈൻ ചെയ്തോട്ടെ. അവിടെ അപർണക്കുട്ടി മാത്രമുള്ളോ? ജിൻഷയും അപർണയൊക്കെ എപ്പോഴും വേഗം വേഗം ഇടുന്നുണ്ട്. ബാക്കിയുള്ളവരൊക്കെ അവിടെ പോയി? ഇവിടെ ഇല്ലേ? ഈ വഴിക്ക് പോയോ? ഇല്ലേ? അനു, ദേവി, ഇവരൊക്കെ ഞാൻ സ്ക്രീനിൽ എന്നെ കാണുന്നുണ്ട്. ഓക്കെ. കുറച്ച് തമ്പൊക്കെ വന്നിട്ടുണ്ട്. അഭിഷേക് ഇട്ടേണ്ട ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞേട്ടോ. ഓക്കെ. രണ്ടാമത്തെയാണ് ട്രേഡ് യൂണിയൻ. ട്രേഡ് യൂണിയൻ എന്ന് പറഞ്ഞാൽ തൊഴിലാളി യൂണിയൻ, തൊഴിലാളി സംഘടനകളില്ലേ, യൂണിയൻ. ഓക്കെ. Trade union also affect the selection process of an organization. Trade union ഈ selection processനെ affect ചെയ്യും. എങ്ങനെയാ? ഫോർ എക്സാമ്പിൾ, അവിടെ ഒരു എക്സാമ്പിൾ പറഞ്ഞേക്കാം. Trade unions sometimes recommended some of the applicants for the job. യൂണിയൻ റെക്കമെൻഡ് ചെയ്യൂലേ? എന്റെ യൂണിയനിലുള്ള ആളെ എടുക്കണം. യൂണിയൻ റെക്കമെൻഡ് ചെയ്യൂലേ? നമ്മളൊരു യൂണിയനിലൊക്കെ ഉണ്ടെങ്കിൽ അവര് ആ യൂണിയൻ റെക്കമെൻഡ് ചെയ്യും. ആൻഡ് ഈവൻ ഡിമാൻഡ് ഫോർ ദ സെലക്ഷൻ. അവരെന്ത് ചെയ്യും? അവരെ സെലക്ട് ചെയ്യാനായിട്ട് ഡിമാൻഡ് ചെയ്യൂലേ? അപ്പൊ ട്രേഡ് യൂണിയനും സെലക്ഷൻ പ്രോസസ്സിനെ അഫക്ട് ചെയ്യും. ക്ലിയർ അല്ലേ? അപ്പൊ നമ്മുടെ യൂണിയനിലുണ്ട്. അപ്പൊ എന്താ അവര് പറയും, ഡിമാൻഡ് ചെയ്യും, എന്റെ യൂണിയനിലെ ആളെ അതിലേക്ക് സെലക്ട് ചെയ്യണം, ആ പോസ്റ്റിലേക്ക് സെലക്ട് ചെയ്യണം എന്ന് പറയാൻ പാടില്ലേ? ട്രേഡ് യൂണിയനും എന്ത് ചെയ്യുന്നുണ്ട്? സെലക്ഷൻ പ്രോസസ്സിനെ അഫക്ട് ചെയ്യുന്നുണ്ട്, സ്വാധീനിക്കുന്നുണ്ട്. അതൊരു എക്സ്റ്റേണൽ എൻവയോൺമെന്റ് ഫാക്ടേഴ്സ് ആണ്. ക്ലിയർ ആയോ? അത് അണ്ടർലൈൻ ചെയ്തോട്ടോ. ട്രേഡ് യൂണിയൻ ഓൾസോ അഫക്ട് ദ സെലക്ഷൻ പ്രൊസീജിയർ ഓഫ് ആൻ ഓർഗനൈസേഷൻ. ക്ലിയർ ആണോ? Then last ആണ് ഗവൺമെന്റ് റെഗുലേഷൻസ്, ഗവൺമെന്റ് നിയന്ത്രണങ്ങൾ. Okay, organization need to follow the selection norms defined under the regulations prescribed by the government. Thus, the government rules and the regulations such as legislation also affect
the execution of the selection procedure in an organization. അപ്പൊ നോക്കിയേ, അടുത്തതാണ് ഗവൺമെന്റ് റെഗുലേഷൻ എന്ന് പറയുന്നത്. ഓർഗനൈസേഷൻ നീഡ് ടു ഫോളോ സെലക്ഷൻ നോംസ് defined under the regulation prescribed by the government. അതായത് ഈ ഗവൺമെന്റ് നിർദ്ദേശിക്കുന്ന ചില നിയന്ത്രണങ്ങൾ അല്ലേ, ഗവൺമെന്റ് നിർദ്ദേശിക്കുന്ന ചില നിയന്ത്രണങ്ങള്, ആ നിയന്ത്രണങ്ങൾ പ്രകാരം നമ്മൾ ആ സെലക്ഷൻ നോംസ് ഓർഗനൈസേഷൻ പാലിക്കേണ്ടതുണ്ട്. നമ്മൾ പറയാറില്ലേ, ഹാൻഡിക്യാപ്റ്റഡ് ആയിട്ടുള്ളവർക്ക് ഇത്ര സീറ്റ്, അത് അങ്ങനെ നിർബന്ധമാണ് അത് അല്ലെ. ഷെഡ്യൂൾഡ് കാസ്റ്റിന് ഇത്ര ഇത്, അതായത് ഗവൺമെന്റ് നിർദ്ദേശിക്കുന്ന നോംസ് അല്ലെ, ആ സെലക്ഷൻ നോംസുകള് ഓർഗനൈസേഷൻ പാലിക്കണം. അത് അങ്ങനെ തന്നെ ചെയ്യേണ്ടതുണ്ട്. അതിനാല് thus the government rules and regulations such as legislation also affect the execution of the selection procedure in an organization. അതിനാൽ എന്താ പറയുന്നത്, ഈ ലെജിസ്ലേഷൻ എന്ന് വെച്ചാൽ നിയമനിർമ്മാണം പോലുള്ള, ഈ നിയമനിർമ്മാണം പോലുള്ള ഇങ്ങനെയുള്ള സർക്കാർ നിയമങ്ങളും നിയന്ത്രണങ്ങളും ഒക്കെ ഒരു ഓർഗനൈസേഷന്റെ സെലക്ഷൻ പ്രോസസ്സിനെ, ആ സെലക്ഷൻ പ്രോസസ്സിന്റെ അവിടുത്തെ നടപടിക്രമങ്ങളുടെ നിർവഹണത്തെ ബാധിക്കുന്നു. അതായത് എന്താ പറയുന്നത്, ഗവൺമെന്റ്സിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അത് ആ ഓർഗനൈസേഷൻ പാലിക്കേണ്ടതുണ്ട്. അതാണ് പറഞ്ഞേക്കണേ. ആ നിയമനിർമ്മാണം പോലുള്ള ഈ സർക്കാർ നിയമങ്ങളും നിയന്ത്രണങ്ങളും ഒക്കെ എന്ത് ചെയ്യണം, ഒരു ഓർഗനൈസേഷൻ ആ സെലക്ഷൻ പ്രോസസ്സിന്റെ നടപടിക്രമങ്ങളിൽ പാലിക്കണം. അപ്പൊ ഗവൺമെന്റ് റെഗുലേഷൻസ് അതും ഒരു എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ആണ്. ഇതിനെ സെലക്ഷൻ പ്രോസസ്സിനെ അഫക്ട് ചെയ്യുന്ന എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്. ക്ലിയർ ആയോ? എന്തൊക്കെ പറഞ്ഞേ, നേച്ചർ ഓഫ് ദ ലേബർ മാർക്കറ്റ്. ഒന്നാമത്തെ ലേബർ മാർക്കറ്റ് നേച്ചർ, അതായത് എന്താ പറയുന്നത്, നമ്മള് ഈ സെലക്ഷൻ പ്രോസസ്സ് അവിടെ നമ്മള് എന്താണ്, ആപ്ലിക്കൻസ് കുറവേ ഉള്ളൂ എങ്കിൽ എന്താണ്, ഈ സെലക്ഷൻ പ്രോസസ്സ് ഷോർട്ട് ആയിരിക്കും, കുറച്ച് സമയം മതി, സിമ്പിൾ ആണ്. നേരെ തിരിച്ചും വരാം. അതാണ് വൈസ് വേഴ്സ എന്ന് പറഞ്ഞിട്ട് കേട്ടോ. നേരെ തിരിച്ചും വരാം. കുറെ ആപ്ലിക്കൻസ് ഉണ്ടെങ്കിൽ സെലക്ഷൻ പ്രോസസ്സ് കുറെ ലോങ് ആവും, അത് കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആകാം. ഒന്നാമത്തെ സെന്റൻസ് അവിടെ അണ്ടർലൈൻ ചെയ്തിട്ട് കേട്ടോ, സെലക്ഷൻ പ്രോസസ് ഈസ് അഫക്റ്റഡ് ബൈ ദ നേച്ചർ ഓഫ് ദ ലേബർ മാർക്കറ്റ് ആസ് വെൽ. ഓക്കെ. രണ്ടാമത്തെ ആണ് ട്രേഡ് യൂണിയൻ. തൊഴിലാളി സംഘടനകള് ഈ സെലക്ഷൻ പ്രോസസ്സിനെ അഫക്ട് ചെയ്യുന്നുണ്ട് അല്ലേ, അത് അണ്ടർലൈൻ ചെയ്തോട്ടോ. ട്രേഡ് യൂണിയൻ ഓൾസോ അഫക്ട് ദ സെലക്ഷൻ പ്രൊസീജിയർ ഓഫ് ആൻ ഓർഗനൈസേഷൻ. ഫോർ എക്സാമ്പിൾ, അതായത് നമ്മൾ പറഞ്ഞു ഇവര് പറയാണ്, ആ യൂണിയൻ പറയാണ്, അവര് ഡിമാൻഡ് ചെയ്യാണ്, ഇന്ന ആപ്ലിക്കൻസിനെ എന്ത് ചെയ്യുന്നു, സെലക്ട് ചെയ്തത് അവര് റെക്കമെൻഡ് ചെയ്യാണ്, ആ സെലക്ഷൻ ചെയ്യണം അല്ലെങ്കിൽ എടുക്കണം എന്നുള്ളത്. അപ്പൊ അത് എന്താ പറയാ, ആ സെലക്ഷൻ പ്രോസസ്സിനെ അഫക്ട് ചെയ്യും. പിന്നെ അടുത്തതാണ് ഗവൺമെന്റ് റെഗുലേഷൻസ്. അതായത് ഗവൺമെന്റിന്റെ ആ നിർദ്ദേശങ്ങളും ഒക്കെ ഓർഗനൈസേഷൻ പാലിക്കേണ്ടതായിട്ടുണ്ട്. അത് ആ സെലക്ഷൻ പ്രോസസ്സിനെ അത് സ്വാധീനിക്കും. ഓക്കെ, ക്ലിയർ അല്ലേ ഇത്രയും കാര്യങ്ങള്, എക്സ്റ്റേണൽ എൻവയോൺമെന്റ് ഫാക്ടേഴ്സ്. ഇനി നെക്സ്റ്റ് നമ്മൾ ഔട്ട്കംസ് ആണ്, ഔട്ട്കം ഓഫ് സെലക്ഷൻ ഡിസിഷൻ. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ക്ലാസ് ഒക്കെ ഓക്കെ ആണോ പിള്ളേരെ? എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? എന്തെങ്കിലും ഒക്കെ മെസ്സേജ് ചെയ്തിടണോ കേട്ടോ. ക്ലിയർ അല്ല, മനസ്സിലായില്ലെങ്കിൽ ഇന്ന് തന്നെ വായിച്ചു വെക്കണം. ഈ അടുത്ത വ്യാഴാഴ്ച നമ്മൾ കാണുള്ളൂ കേട്ടോ. അപ്പോഴത്തേക്കും മറന്നു പോരുത്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അണ്ടർലൈൻ ചെയ്തപ്പോ ഒരു പ്രാവശ്യം എപ്പോഴും പറയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. നിങ്ങൾ വലിയ കുട്ടികളായില്ലേ, പിന്നെ എപ്പോഴും പറയേണ്ട ആവശ്യമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ വായിച്ചു വെക്കാം. ഇമ്പോർട്ടന്റ് എന്നൊക്കെ നോക്കി വെക്കാം കേട്ടോ. നമ്മളൊരു കഥ പോലെ അങ്ങോട്ട് കേട്ടിരിക്കാൻ നല്ല രസമുണ്ട് അല്ലേ? കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കണല്ലേ സെലക്ഷനുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ. നമുക്ക് അതിന്റെ ഔട്ട്കം, അതിന്റെ ഫലമാണ് നമുക്ക് എങ്ങനെയൊക്കെയാണുള്ളത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ നിങ്ങൾ പറയണോട്ടോ, ക്ലാസ്സിൽ തന്നെ പറയണം. എല്ലാ ക്ലാസ്സും ഒക്കെ ഓക്കെ അല്ലേ? ഇഷ്ടപ്പെട്ടോ ക്ലാസ് ഒക്കെ? ഒന്ന് ചോദിക്കാൻ സമയമില്ല. പിന്നെ 1 മിനിറ്റ് ഇത് കഴിഞ്ഞു അപ്പൊ തന്നെ അടുത്ത ക്ലാസ്സിലേക്ക് കയറണം. അതിന് സമയമില്ല. ഓക്കെ ആണല്ലേ? ഞാൻ പിന്നെ ഓരോന്ന് ചോദിക്കുമ്പോ നിങ്ങൾ ഓക്കെ കമ്പൊക്കെ ഇടുന്നോണ്ടാട്ടോ പെട്ടെന്ന് അടുത്തയിലേക്ക് പോകുന്നേ. പിന്നെ അത് ഇതില്ലല്ലോ. ഓക്കെ, എന്നാ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. പിന്നെ നാളെ ക്ലാസ് ഇല്ല കേട്ടോ. നാളെ നിങ്ങൾക്ക് അറിയാലോ ഇൻഡിപെൻഡൻസ് ഡേ അല്ലേ, അപ്പൊ അതുകൊണ്ട് നാളെ ക്ലാസ് ഇല്ല കേട്ടോ. ഓക്കെ, താങ്ക് യു.